ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ സായുജ്യം. അധ്യായം 20. വിമല അവധിക്ക് നാട്ടിലെത്തി. ഉപചാരങ്ങളും ശേഷം നടപടികളുമെല്ലാം പതിവ് പോലെ. വിമലയ്ക്ക് വീട് കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല. നല്ല ഉറപ്പും ഭംഗിയുമുള്ള വലുപ്പമേറിയ വീട്. 6-7 മുറികൾ, അടുക്കള, സ്റ്റോർ റൂം, ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, വീട്ടിനുള്ളിൽ ധാരാളം ഫർണിച്ചറുകൾ, അലങ്കാരങ്ങൾ, ഷോക്കേസിൽ നിറയെ പലതരം കുത്തുപണി സാധനങ്ങളും പ്രതിമകളും മറ്റ് കരകൗശല വസ്തുക്കളും. ഡൈനിങ് റൂമിൽ വലിയ ഡൈനിങ് ടേബിൾ, വൃത്താകൃതിയിലുള്ളത്. ചുറ്റും വില കൂടിയ ഇരിപ്പിടങ്ങൾ. ഡൈനിങ് ഹാളിൽ തന്നെ വാഷ് ബേസിൻ, മുറ്റത്തെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ മോട്ടോർ, വീടിനകത്തും പുറത്തും പൈപ്പുകൾ, ടാപ്പുകൾ, എല്ലാ മുറിയിലും ഫാൻ, സ്വീകരണ മുറിയിൽ സോഫകളും സെറ്റുകളും, എല്ലാ വാതിലിനും ജനാലകൾക്കും കർട്ടൻ, എല്ലാ മുറികളിലും ട്യൂബ് ലൈറ്റുകളും ഫാൻസി ബൾബുകളും. ഡൈനിങ് റൂമിൽ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതിനുള്ള പണം താൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ? വിമലയ്ക്ക് അത്ഭുതം തോന്നി. ഇതെല്ലാം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. തൻ്റെ മാത്രം കൈകൾ കൊണ്ട് മെനഞ്ഞ വീട്. കണക്കുകൂട്ടി നോക്കിയപ്പോൾ ശരിയാണെന്ന് തോന്നി. താൻ ഗൾഫിലെത്തിയിട്ട് 3.5 വർഷമാകുന്നു. എല്ലാവരും മിനുങ്ങിയിട്ടുണ്ട്. അമ്മ നല്ലപോലെ തടിച്ച് കൊച്ചമ്മയായി. അച്ഛനൊരു കൊച്ചു കരപ്രമാണിയുടെ ഭാവഹാവാദികൾ. അനിലയും അജിതയും ഞാനോ നീയോ മൂത്തത് എന്ന് മത്സരിച്ച് വളർന്നിരിക്കുന്നു. ഏതാനും ദിവസം വീട്ടിൽ താമസിച്ചപ്പോൾ തന്നെ വിമലയ്ക്ക് മനസ്സിലായി, വീടിൻ്റെ ചുമരുകൾക്ക് മാത്രമേ ബലവും ഭംഗിയും ഏറിയിട്ടുള്ളൂ. അതിനുള്ളിലെ മനസ്സുകൾക്ക് മുൻപുണ്ടായിരുന്ന ഐക്യം ഇല്ലാതായിരിക്കുന്നു. അത് ദുർബലമായി തീർന്നിരിക്കുന്നു. ഇന്ന് വീട്ടിലെല്ലാവർക്കും വേറെ വേറെ സ്വകാര്യതകളുണ്ട്. മനസ്സുകളിൽ മാത്രമല്ല, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും, അവരവരുടെ മുറികളിൽ പോലും. അത് അവരവർ തന്നെ സൂക്ഷിക്കുന്നു. മറ്റൊരാൾക്ക് ഒരു ചെറിയ സഹായം വരളാൻ ആർക്കും മനസ്സില്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാത്രമേയുള്ളൂ. വീട്ടിനുള്ളിൽ ഓരോരുത്തരും അവരവരുടെ പ്രത്യേക ലോകം മെനഞ്ഞിരിക്കുന്നു. ഒരാളുടെ മുറിയിൽ മറ്റൊരാൾ കയറുന്നത് പോലും ഇഷ്ടമില്ലാതായിരിക്കുന്നു. കുളിക്കാൻ വേറെ സോപ്പ്, തോർത്ത്, വേറെ ചീപ്പും കണ്ണാടിയും മേക്കപ്പ് സാധനങ്ങളും. അതൊന്നും ആരോഗ്യത്തെ കരുതിയല്ല. ഒരാളുടേത് മറ്റൊരാൾ ഉപയോഗിച്ചെന്നറിഞ്ഞാൽ പൊട്ടിത്തെറിക്കലുകൾ ഉണ്ടാവുകയായി. ഒരേ മുറിയിൽ ഒരേ കീറപ്പായയിൽ എണ്ണമെഴുക്കും ഈർപ്പവും ചേർന്ന് കനച്ച മണമുള്ള തലയിണയിൽ തല ചായ്ച്ച് പഴംപുതപ്പിൻ കീഴിൽ കെട്ടിപ്പിടിച്ച് ഒരേ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവർ. തനിക്കായി വേർതിരിക്കപ്പെട്ട മുറിയിൽ പതുപതുത്ത കിടക്കയിൽ തനിച്ചു കിടക്കവേ വിമല ഓർത്തു. പണ്ട് മഴക്കാലത്താണെങ്കിൽ തറയിൽ ഈർപ്പമുള്ളതുകൊണ്ട് പഴഞ്ചാക്കുകൾ വിരിച്ച ശേഷം അതിനു മീതെ പായ വിരിച്ചാണ് കിടക്കുക. താൻ നടുക്ക് കിടക്കും. അനിലയും അജിതയും ഇരുവശത്തുമായി കെട്ടിപ്പിടിച്ചു കിടക്കും. മേച്ചിലോടുകളിൽ ആഞ്ഞു തല്ലുന്ന പേമാരി. അവിടെവിടെ ചോർച്ചയുണ്ട്. മുഖത്തോ ദേഹത്തോ 1-2 തുള്ളികൾ വീഴും. മയക്കം പിടിച്ചെങ്കിൽ വകവയ്ക്കുകയില്ല. ടാപ്പ് തുറന്നതുപോലെ മുഖത്തും വായിലുമെല്ലാം വെള്ളം വീണിട്ടുള്ള സന്ദർഭങ്ങളും ഓർക്കുന്നു. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് ചോരാത്ത മൂലയിലേക്ക് പായും ചാക്കുകളും വലിച്ചു മാറ്റും. വിളക്ക് കൊളുത്താൻ നോക്കുമ്പോൾ തീപ്പെട്ടി തണുത്തു പോയിരിക്കും. 2-3 തവണ സ്ഥാനം മാറിയ രാത്രികളുമുണ്ട്. അനിലയും അജിതയും കാതടുപ്പിക്കുന്ന ഇടിനാദം കേട്ട് ഞെട്ടിയുണർന്ന് ചേച്ചി ചേച്ചി എന്ന് ഭീതിയോടെ വിതുമ്പി തന്നെ ഇറുകെ പുണർന്നു കിടന്ന ദിവസങ്ങളുമുണ്ട്. ഇന്നോ എല്ലാവർക്കും കട്ടിലും കിടക്കയുമുണ്ട്. വാതിലടച്ച് കൊളുത്തിട്ടിട്ടേ കിടക്കൂ. തനിച്ചു കിടക്കാൻ എല്ലാവർക്കും എന്തു ധൈര്യം? ധൈര്യമാണോ ഇത്? മനസ്സിന് കടുപ്പമേറിയതല്ലേ? കഴിഞ്ഞ ദിവസത്തെ സംഭവം വിമല ഓർത്തു. അനില വീട്ടിലില്ലായിരുന്നു. അവളുടെ മുറിയിലൊന്ന് കയറി. കാണാൻ അവളുടെ സാധനങ്ങളെല്ലാം മുറിക്കകത്ത് ചിതറിക്കിടക്കുന്നു. ഒരടുക്കും ചിട്ടയുമില്ല. ഹാങ്ങറുകളിൽ മുഴുവനും മുഷിഞ്ഞ വസ്ത്രങ്ങൾ. സൽവാറും കമ്മീസും, ചുരിദാറും കുർത്തയും, മിഡിയും ടോപ്പും, സാരികൾ. എത്ര ജോഡി വരുമെന്ന് എണ്ണി നോക്കി. വളരെ വിലയുള്ള ഇനങ്ങൾ. 14 നിർത്തി. വേണ്ട, മനസ്സിൽ കാലഷ്യമുണ്ടാക്കേണ്ട. തനിക്ക് പോലും നല്ല 10 സാരി തികച്ചില്ല. മിക്കതും മുഷിഞ്ഞു കിടക്കുന്നു. ഇന്ന് അലക്കുകാരി വന്നില്ലെന്ന് അനില അമ്മയോട് പരാതി പറയുന്നത് നേരത്തെ കേട്ടിരുന്നു. ഉടുതുണി തിരുമ്മിക്കഴുകിയിടാൻ ഇവിടെ ഇപ്പോൾ ആർക്കും കൈയനങ്ങുന്നില്ല. അതിനാണ് അലക്കുകാരിയെ നിയമിച്ചിരിക്കുന്നത് പോലും. ചിതറിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചു. അവൾക്ക് സ്വന്തം അലമാരയും ഡ്രോ മേശയുമുണ്ട്. 2ഉം പൂട്ടിയിട്ടിരിക്കുന്നു. മുറിക്ക് താഴുണ്ടായിരുന്നെങ്കിൽ അതും പൂട്ടിയേനെ. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അവിചാരിതമായി ഒരു കത്ത് കണ്ണിൽപ്പെട്ടു. വെറുതെ നിവർത്തി നോക്കി. എൻ്റെ പൊന്നെ എന്നാരംഭിച്ച് സാധാരണ പ്രേമലേഖനങ്ങളിൽ വരാറുള്ള കോമള പദങ്ങളെല്ലാം ഉപയോഗിച്ച് ദീർഘമായി എഴുതി അവസാനിപ്പിച്ച കത്ത്. എഴുതിയ ആളിൻ്റെ പേരില്ല. പല ബുക്കുകൾ മറിച്ചു നോക്കി.
പലതിലും ഒരേ കൈപ്പടയിലുള്ള കത്തുകൾ, ചെറിയ കുറിപ്പുകൾ. ഒന്നിലും എഴുതിയ ആളുടെ പേരില്ല. അനില എഴുതി പകുതിക്ക് നിർത്തിയ ഒരു കത്തും കണ്ടു. എൻ്റെ ഉണ്ണിക്കുട്ട എന്നാണ് സംബോധന. വായിച്ചു നോക്കിയപ്പോൾ ഒന്നിച്ച സിനിമയ്ക്ക് പോയതിനെക്കുറിച്ച് ഒരു പരാമർശം കണ്ടു. പഠിച്ച് ബിരുദമെടുത്ത് ടീച്ചറാകണം, പിന്നീട് കല്യാണം നടത്തണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ. ഏറ്റവും ഒടുവിൽ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമോ എന്ന ആശങ്ക. ആരെതിർത്താലും കൂടെ ഇറങ്ങിപ്പോരാമെന്ന ധൈര്യം. ബുക്ക് മടക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ഉച്ചതിരിഞ്ഞ് അനില വന്നു. താൻ മയങ്ങുകയായിരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളവും കേട്ടാണ് ഉണർന്നത്. എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ അനില നിന്ന് ചീർന്നു. ആരാ എന്നോട് ചോദിക്കാതെ എൻ്റെ മുറിയിൽ കയറിയത്? എനിക്കിപ്പോഴറിയണം. പല സാധനങ്ങളും വെച്ചിരിക്കുന്നതാണ്. എല്ലാം കുഴച്ചു മറിച്ചിട്ട്. നീ കിടന്ന് തുള്ളാതടി, അമ്മ ശാസിക്കുന്നു. ആരാ എൻ്റെ മുറിയിൽ കയറിയതെന്ന് അതെനിക്കറിയണം. ഞാനാണ് നിന്റെ മുറിയിൽ കയറിയത്, താൻ ശാന്തമായി പറഞ്ഞു. എന്തിന്? മുഖത്തടിക്കും പോലെ ചോദ്യം. നിന്റെ മുറിയൊന്നു കാണാൻ. അനില കത്തിക്കേറും പോലെ കുറെ നിമിഷം തുറച്ചു നോക്കി നിന്നു. ഞാനുള്ളപ്പോൾ കയറിയാൽ പോരായിരുന്നോ? പിറുപിറുത്തുകൊണ്ട് അനില മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അവളുടെ മുറി. അവൾക്കെങ്ങനെ ഒരു മുറിയുണ്ടായി? മനസ്സിൽ എന്തൊക്കെയോ തിക്കിത്തിരക്കി മുട്ടിത്തിരിഞ്ഞു. പറയാൻ ഒരുപാടുണ്ടെന്ന് തോന്നി. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കണമെന്നും. ഒന്നിനും കഴിഞ്ഞില്ല. നീ എന്തിനാടി അവളുടെ മുറിയിൽ കയറിയത്? അവൾക്കതൊന്നും ഇഷ്ടമല്ല. അമ്മയും തന്നെ ശാസിക്കുന്നു. അനില ഒരു ചെറുപ്പക്കാരനെ മുറിയിൽ വിളിച്ചു കയറ്റി. വാതിലടച്ചാൽ അതാരെന്നോ എന്തിനെന്നോ ചോദിക്കാൻ പാടില്ലാത്ത വിധം ഈ വീട്ടിൽ സ്വകാര്യതയും സ്വീകാര്യതയും വളർന്നിരിക്കുന്നു. എൻ്റെ എന്ന പല്ലവി മാത്രം എല്ലായ്പ്പോഴും. നമ്മുടെ എന്ന വാക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും കേട്ടതായി ഓർക്കുന്നില്ല. വിശ്വേട്ടൻ രാവിലെ അലറുന്നത് കേട്ടു. എൻ്റെ സൈക്കിൾ ആരാ എടുത്തത്? അജയൻ്റെ വക. എൻ്റെ ബാറ്റ് ആരെടുത്തു? എൻ്റെ പൗഡർ, എൻ്റെ തോർത്ത്, എൻ്റെ പ്ലേറ്റ്, എൻ്റെ ഹാങ്ങർ. തനിക്ക് ചോദിക്കാൻ എന്താണുള്ളത്? എൻ്റെ ജീവിതം ആരെടുത്തുവെന്നോ? ഞാൻ കൊതിച്ചിരുന്ന ജീവിതം. ഇവിടെ അനുഭവപ്പെടുന്ന അന്യതാബോധത്തിന് അളവില്ല. ആരുമില്ലാത്തവളാണെന്നല്ല, ഈ വീട്ടിൽ താൻ ആരുമല്ലെന്നതാണ് ഇന്നത്തെ സത്യം. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മുങ്ങാങ്കുഴിയിട്ട് കഴിയുന്നു. തീൻമേശയിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോൾ പോലും മിണ്ടാട്ടമില്ല. ഇഷ്ടപ്പെട്ട കറികളില്ലെങ്കിൽ പലരുടെയും മുഖം ചുളിയും. വേലക്കാരിയെ പ്രാഗിയും പരാതിപ്പെട്ടും ഒരുവിധം വാരി തിന്നിട്ട് എഴുന്നേറ്റ് പോകും. അമ്മാമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടുക. അവിടെ ഒരു മാറ്റവുമില്ല. അമ്മാമ്മ പഴയതുപോലെ തന്നെ. ശ്രീരഞ്ജിനി അല്പം കൂടി വളർന്നുവെന്നു മാത്രം. വിമല ദിവസത്തിൻ്റെ 3/4 പങ്കും അച്ഛനായരുടെ വീട്ടിൽ തന്നെ ചെലവഴിച്ചു. ജീർണിച്ചു തുടങ്ങിയതെങ്കിലും ആ കൊച്ചു വീട്ടിൽ സ്നേഹവും ശാന്തിയും തഴച്ച് തണലേകി സാന്ത്വനം നൽകുന്നു. വിഷുവിൻ്റെ വിവാഹനാൾ അടുത്തടുത്തു വന്നു. വീട്ടിലെ ആദ്യത്തെ മംഗളകർമ്മമല്ലേ. പൊടി പൊടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ആ മംഗളമുഹൂർത്തം ഗംഭീരമാകണമെന്നാണ് വിമലയുടെയും ആഗ്രഹം. ഒരു ദിവസം അച്ഛനായർ ചോദിച്ചു, മോളെ, നീ പെൺകുട്ടിയെ കണ്ടോ? ഇല്ല, ഞാനെന്തിനു കാണുന്നു? വിശ്വേട്ടനും വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതല്ലേ? എന്നാലും കാണാനും ചുറ്റുപാടുകൾ അറിയാനും അഭിപ്രായം പറയാനുമുള്ള അധികാരം നിനക്കില്ലേ? എന്തധികാരം അമ്മാമ്മേ? അവർക്കിഷ്ടപ്പെട്ടത് ഞാൻ വേണ്ടെന്ന് പറയില്ല. കുഞ്ഞെ, സ്വന്തം അവകാശങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കലാണ് ഏറ്റവും വലിയ വിഡിത്തം. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അത് നീയൊരു മണ്ടിയായതുകൊണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞാണ് നീ വിവരമറിഞ്ഞത് അല്ലേ? അതെ. അതിന് മുൻപറിയാൻ നിനക്ക് അവകാശമുണ്ടായിരുന്നു. മുൻകൂട്ടി അറിഞ്ഞാലും ഗൾഫിലിരുന്ന് ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ വ്യക്തിത്വത്തിന് നീ പോലും വില കൽപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മനുഷ്യൻ അവൻ്റെ അവകാശങ്ങൾ അറിയണം. ലാഭത്തിനായാലും നഷ്ടത്തിനായാലും അതുപയോഗിക്കണം. ഒഴിഞ്ഞു മാറുന്നവരെ മറ്റുള്ളവർ വീണ്ടും വീണ്ടും ഒഴിവാക്കുകയുള്ളൂ. ആ കുടുംബത്തിൻ്റെ നട്ടെല്ല് ഇപ്പോൾ നീയാണ്. നീ അറിയാതെ ഒരു കാര്യവും നടത്താൻ പറ്റില്ലെന്ന് നീ ഉറച്ചു പറഞ്ഞാൽ അതനുസരിക്കാൻ എല്ലാവരും നിർബന്ധിതരാകും. എനിക്കാരെയും ഭരിക്കണ്ട. എനിക്കല്പം സമാധാനം മാത്രം മതി. തൃപ്തിയായി. നന്നായി. ഏതായാലും വിഷുവിൻ്റെ കല്യാണം കൂടാൻ നിനക്ക് സാധിച്ചല്ലോ. അതിനുള്ള പണം ഉണ്ടാക്കേണ്ട ചുമതല നിനക്കല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീയില്ലാതെ അവരിത് നടത്തിയേനെ. വിമല ഒന്നും മിണ്ടിയില്ല. വിശ്വൻ ബുദ്ധിമാനാണ്. ലക്ഷത്തിനടുത്ത് സ്ത്രീധനം വാങ്ങിയാണ് അവൻ കെട്ടുന്നത്. പക്ഷേ എല്ലാം സ്വർണമായിട്ട് മതിയെന്ന് അവൻ പെൺവീട്ടുകാരെ അറിയിച്ചു. അവർക്കും സന്തോഷം. വിഷുവിൻ്റെ കയ്യിൽ കല്യാണ ചെലവിനും മറ്റും കാശില്ലെങ്കിലും പെങ്ങള് പണിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരുമെന്ന് അവനറിയാം. അവർക്ക് വേണ്ടിയല്ലേ അമ്മാമ്മേ ഞാൻ പണിയെടുക്കുന്നത്? ഞാൻ ആശിച്ച ജീവിതം ഇനി ഉണ്ടാവില്ലല്ലോ. നിനക്ക് നീ ആശിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടിയേക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ,
നീ മണ്ടിയായിക്കോ, പക്ഷേ വെറും പൊട്ടിയാകരുത്. ഏറ്റവും കുറഞ്ഞത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക എല്ലാ മാസവും ബാങ്കിലിടുക. എന്നാൽ നിനക്ക് ഭാവിയിൽ പിച്ച തെണ്ടാൻ ഇടവരില്ല. വിശ്വന്റെ വിവാഹം ക്ഷേമമായി നടന്നു. വീട്ടിൽ അതിഥികളുടെ പോക്കുവരവ്. ഒടുവിൽ അതും തീർന്നു. ഇനിയൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന തോന്നൽ. വിമല മുഷിഞ്ഞു. താനിവിടെ അധികപ്പറ്റാണെന്ന തോന്നൽ. മനസ്സ് മുരടിച്ചു തുടങ്ങി. ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ട ദിവസത്തിനായി അവൾ കാത്തിരുന്നു. അധ്യായം 21. വിമല ഗൾഫിൽ തിരിച്ചെത്തിയിട്ട് 6 മാസം തികഞ്ഞില്ല. പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും കത്തുകൾ. മാധവിയമ്മ എഴുതിയതാണ് ഒരു കത്ത്. വീട്ടിൽ നിത്യവും വഴക്കാണത്രേ. വിശ്വേട്ടൻ്റെ ഭാര്യയും നാത്തൂന്മാരും തമ്മിൽ ഒട്ടും ചേരുന്നില്ല. എന്നും അലോഹ്യം. വീട്ടിൽ സമാധാനമില്ലാതായിരിക്കുന്നു. വിശ്വൻ വേറെ പൊറുതി മാറാൻ ആലോചിക്കുന്നു. തൊട്ടുപുറകെ വിശ്വന്റെ കത്തും വിമലയ്ക്ക് കിട്ടി. വിശ്വേട്ടൻ നിർബന്ധമായും മാറി താമസിച്ചേ പറ്റൂ. വീട്ടിലെ അവസ്ഥ അങ്ങേയറ്റം മോശമായിരിക്കുന്നു. വിശ്വേട്ടൻ്റെ ഭാര്യയെ എല്ലാവരും കൂടി വട്ടക്കുട്ടയിൽ വെള്ളം കോരിക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനും കുറ്റം, തൊടാത്തതിനും പിടിക്കാത്തതിനും കുറ്റം. അവളെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അമ്മയും മരുമകളോട് പോരു കാണിക്കുന്നുണ്ട്. എന്തായാലും മാറി താമസിക്കാതെ വയ്യ. കുറച്ചകലെ ഒരു വീടും പുരയിടവും നോക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പുരയാണ്. അതൊന്ന് നന്നാക്കിയെടുത്താൽ മതി. 1 ഏക്കർ പുരയിടവുമുണ്ട്. നിറച്ചും കാഫലമേറിയ തെങ്ങ്. 1 ലക്ഷം രൂപയാണ് വില പറയുന്നത്. 80നും 90നും ഇടയ്ക്ക് കച്ചവടം ഉറപ്പിക്കാം. ഒരു 25,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാൽ ബാക്കി തുക 1 വർഷത്തിനകം കൊടുത്തു തീർത്താൽ മതി. ലാഭക്കച്ചവടമാണ്. അത്യാവശ്യക്കാരൻ വിൽക്കുന്നതുകൊണ്ടാണ് വില കുറവ്. ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ സ്ഥലത്തിന് അഡ്വാൻസ് നൽകാനുള്ള രൂപ അയച്ചു കൊടുക്കണം. വിമലയ്ക്ക് അത്രയും രൂപ പെട്ടെന്നുണ്ടാക്കാനാവില്ല. അതുകൊണ്ട് പ്രമീള ചേച്ചിയോട് വിവരം പറഞ്ഞു. നീ ഇങ്ങനെ വാരിക്കോരി കൊടുത്താൽ അവസാനം നിനക്കെന്താ ഉള്ളത്? പ്രമീള ചോദിച്ചു. വീട്ടിൽ സമാധാനമുണ്ടാകുമല്ലോ ചേച്ചി. എന്നാൽ ഒരു കാര്യം ചെയ്യ്. ആ സ്ഥലം നിന്റെ പേരിൽ എഴുതി വാങ്ങിക്കുക. ആങ്ങളെയും ഭാര്യയും ആദായമൊക്കെ എടുത്ത് അവിടെ താമസിച്ചോട്ടെ. എന്തായാലും നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമല്ലേ. വിമല മറുപടിയൊന്നും പറഞ്ഞില്ല. രാത്രിയിൽ അവൾ ആലോചിച്ചു. പ്രമീള ചേച്ചി പറഞ്ഞതിൽ കഴമ്പുണ്ട്. പക്ഷേ സ്ഥലം തൻ്റെ പേരിൽ വാങ്ങണമെന്ന് വീട്ടിലേക്ക് എഴുതാൻ ജാള്യം. കച്ചവട മനസ്ഥിതിയാണെന്ന തോന്നൽ. വേണ്ട, വിശ്വേട്ടൻ്റെ പേരിൽ തന്നെ വാങ്ങട്ടെ. എന്തായാലും തൻ്റെ കൂടപ്പിറപ്പല്ലേ, അന്യനല്ലല്ലോ. അല്ലെങ്കിലും കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ മോഹങ്ങൾക്ക് അവധി കൊടുത്ത് താനീ മണൽക്കാട്ടിലേക്ക് വന്നത്. കുടുംബം രക്ഷപ്പെടുകയെന്നാൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും. പ്രമീള സഹായിക്കാമെന്നേറ്റു. അങ്ങനെയാണ് 25,000 രൂപ വിശ്വന് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. 1 മാസത്തിനകം വിശ്വന്റെ കത്തുവന്നു. 1 വർഷത്തിനുള്ളിൽ ബാക്കി പണം കൂടി കൊടുത്ത് തീരെഴുതി വാങ്ങണമെന്നും 85,000 രൂപയ്ക്ക് സ്ഥലം കച്ചവടമാക്കി അഡ്വാൻസ് കൊടുത്തുവെന്നും. പ്രമീളയുടെ കടം വിമല താമസിയാതെ തീർത്തു. ഒരു ദിവസം പ്രമീള നിർബന്ധിച്ചിട്ട് വിമല ഒരു സ്വർണമാല വാങ്ങാൻ പോയി. കൂടെ കൃഷ്ണദാസും പോയിരുന്നു. പ്രമീളയാണ് നിർബന്ധിച്ചു കൂടെ അയച്ചത്. കൃഷ്ണദാസ് വിമലയെ നഗരം ചുറ്റിക്കാണിച്ചു. അയാളുടെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്നായിരുന്നു യാത്ര. കൃഷ്ണദാസ് റോഡിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഷെയ്ഖ് ഹംദാൻ, പാസ്പോർട്ട് റോഡ്, കോർണിഷ് റോഡ്, ഷെയ്ഖ് സയ്യിദ് സ്ട്രീറ്റ്, മുക്കിന് കാണുന്ന മുസ്ലിം പള്ളികൾ. സാര ഷെയ്ഖ് ഹംദാസിലെ അനുപമ ജുവലറിയിലാണ് കൃഷ്ണദാസ് വിമലയെ കൂട്ടിക്കൊണ്ടുപോയത്. കൃഷ്ണദാസാണ് മാലയുടെ തൂക്കവും മറ്റും നിശ്ചയിച്ചത്. കുറഞ്ഞ തോതിൽ എന്തെങ്കിലും മതിയെന്നായിരുന്നു വിമലയ്ക്ക്. പ്രമീള പറഞ്ഞയച്ചിരിക്കുന്നത് തൂക്കത്തിലൊരു കുറവും വരുത്തരുതെന്നാണ്. താൻ പിന്നെന്തിനാ ഈ കാശെല്ലാം ഉണ്ടാക്കുന്നത്? കഴുത്തിലും കാതിലും കയ്യിലും കിടക്കട്ടെ വല്ലതും. കാശില്ലെങ്കിൽ ഞാൻ വായ്പ തരാം. ഇതൊക്കെയെ അവസാനം കാണുകുട്ടി. വിമലയ്ക്ക് എതിർക്കാൻ ഒരു പഴുതും അയാൾ നൽകിയില്ല. മാലയും കമ്മലും വളകളും മറ്റുമായി 15 പവനോളം വരുന്ന ആഭരണങ്ങൾ അയാൾ വിമലയെ കൊണ്ട് എടുപ്പിച്ചു. വിമല ഉദ്ദേശിച്ചിരുന്നതാകട്ടെ 2-3 പവൻ വരുന്ന ഒരു ചെയിൻ മാത്രം. പ്രമീള എന്നോട് പറഞ്ഞിരുന്നിടത്തോളമായി. ഇനി സ്ഥലം വിടാം. കൃഷ്ണദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ സ്കൂട്ടർ ചോയിത്രം സൂപ്പർ മാർക്കറ്റിലേക്ക്. പ്രമീള പറഞ്ഞത് പലതും കൃഷ്ണദാസിന് വാങ്ങാനുണ്ടായിരുന്നു. വിമലയ്ക്കു വേണ്ടി കുറേ തുണിത്തരങ്ങളും അയാൾ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു. സാര ഷെയ്ഖ് സയ്യിദിലൂടെ നേരെ ആഫ്രിക്കൻ ഈസ്റ്റേൺ ലിക്കർ ഷോപ്പിലേക്ക്. തല പെരുക്കുന്നതുപോലെ. വല്ലതും കഴിച്ചിട്ട് കുറേ കാലമായി. അന്ന് പ്രതാപൻ വന്നതിന് ശേഷം കൊടും ദാരിദ്ര്യം. വിമലയെ പുറത്തു നിർത്തിയിട്ട് അയാൾ ലിക്കർ ഷോപ്പിലേക്ക് പോയി. ഉടനടി അയാൾ മടങ്ങിയെത്തി. കയ്യിലൊന്നുമില്ല. മുഖത്ത് ചമ്മിയ ചിരി. പെർമിറ്റ് കാർഡ് വീട്ടില. എടുക്കാൻ മറന്നു. അതെന്തിനാ പെർമിറ്റ് കാർഡ്? അറബികൾക്ക് മദ്യം ഹറാമാണ്.
പിന്നെ അത് വേണ്ടത് വിദേശീയർക്കാണ്. അവർക്ക് വേണ്ടിയാണ് ലിക്കർ ഷോപ്പുകൾ. പക്ഷേ മദ്യം കഴിച്ചവനും മദ്യം കൈവശം വയ്ക്കുന്നവനും കയ്യിൽ പെർമിഷൻ കാർഡ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അറബി പോലീസ് പിടിച്ചകത്തിടും. പെർമിറ്റ് കാർഡ് എവിടെ കിട്ടും? എംബസിയിൽ നിന്നാണത് തരുന്നത്. ഫോട്ടോ സഹിതമുള്ള വിവരങ്ങൾ അതിലുണ്ടായിരിക്കും. വിമലയ്ക്ക് പത്താക്കാനില്ലേ? അതുപോലെ ഒരെണ്ണം. അബുദാബിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം പത്താക്കാൻ എന്ന വർക്ക് പെർമിറ്റ് കം ഐഡന്റിറ്റി കാർഡ് കൈവശം കൊണ്ടു നടക്കണമെന്നാണ് നിബന്ധന. നമുക്ക് ഓരോ കപ്പ് കോഫി കഴിച്ചിട്ട് പോകാം, കൃഷ്ണദാസ് പറഞ്ഞു. വിമലയുടെ മൗനം സമ്മതമാക്കി. സ്കൂട്ടർ സാരാ കോർണിഷിലെത്തി. ബീച്ചിലാണ് മെറിഡിയൻ ഹോട്ടൽ. കൃഷ്ണദാസ് വിമലയെയും കൂട്ടി റെസ്റ്റോറൻറ്റിൽ കയറി. അന്യപുരുഷനോടൊപ്പം ഹോട്ടലിൽ കയറുന്നത് തെറ്റാണെന്ന് വിമലയ്ക്ക് തോന്നിയിരുന്നു. അവ്യക്തമായൊരു കുറ്റബോധം. ആലോചിച്ചപ്പോൾ അതിലൊരു കഴമ്പുമില്ല. ദാസേട്ടനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കാമെങ്കിൽ ഹോട്ടലിൽ കയറി ഒരു കപ്പ് കാപ്പി കഴിക്കുന്നതും തെറ്റല്ല. മാത്രമല്ല, ദാസേട്ടൻ്റെ ഭാര്യയാണ് തന്നെ ദാസേട്ടനോടൊപ്പം അയച്ചത്. പ്രമീള ചേച്ചിക്ക് ദാസേട്ടനെ വലിയ വിശ്വാസമാണ്. വല്ലപ്പോഴും സന്ദർഭവശാൽ പറയാറുണ്ട്, എൻ്റെ കൃഷ്ണനൊരു പാവത്താനാണ് മോളെ. ചതിവും വഞ്ചനയും ആ മനസ്സിലില്ല. എല്ലാവരുടെയും മുൻപിൽ വലിയ ഗമയും പത്രാസും കാണിക്കുമെങ്കിലും അകത്തു കടന്നു നോക്കിയാൽ ശൂന്യം. ദാസേട്ടൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ചും സദാചാര ശീലത്തെക്കുറിച്ചും ചേച്ചിക്ക് വലിയ അഭിമാനമാണ്. ഒരുതരം അന്ധവിശ്വാസം തന്നെയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ദാസേട്ടൻ 100% പെർഫെക്റ്റായ ഒരു ഭർത്താവാണെന്ന് ഒരിക്കലും കരുതാൻ കഴിഞ്ഞിട്ടില്ല. ചില്ലറ ദുശീലങ്ങളൊക്കെ കയ്യിലുണ്ട്. ഒരു പുരുഷനെന്ന നിലയ്ക്ക് പൊറുക്കത്തക്കതാണെന്ന് മാത്രം. പ്രമീള ചേച്ചി കേൾക്കാതെയുള്ള കൊച്ചു തമാശകൾ, കുസൃതി വിളയുന്ന നിഗൂഢമായ നോട്ടങ്ങൾ, മനഃപൂർവ്വമല്ലെന്ന വ്യാജേന മനഃപൂർവ്വമായുള്ള തട്ടലും മുട്ടലും ഉരുമലും. 1-2 തവണ താൻ ഡ്രസ്സ് മാറുന്നിടത്തേക്ക് എന്തോ പറയാനായി വന്നിട്ട് അബദ്ധം പിണഞ്ഞ മട്ടിൽ മാറിക്കളഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചത് ഓർക്കുന്നു. മറ്റൊരവസരത്തിൽ താൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രമീള എന്ന് വിളിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നത്. അതൊക്കെ മനഃപൂർവ്വമായിരുന്നില്ലേ എന്ന സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങനെ ചില വികൃതികളെല്ലാം ഉണ്ടെങ്കിലും ഇത്രയും കാലത്തെ വാസത്തിനിടയിൽ ആൾ നിരുപദ്രവകാരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭ്രമം ആരെയും ബാധിക്കാം. ചില കുസൃതികളൊക്കെ തോന്നും. അതിൽ കവിഞ്ഞൊന്നുമില്ല. മോശമായി പെരുമാറാനാണെങ്കിൽ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. താനും ദാസേട്ടനും മാത്രം വീട്ടിലുണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ. അപ്പോഴെല്ലാം തികഞ്ഞ മാന്യനായിരുന്നു. തന്നോട് സൗഹൃദവും വാത്സല്യവും ഏറെയുണ്ടെന്നറിയാം. എന്താടോ മിഴിച്ചിരിക്കുന്നത്? കോഫി കഴിക്ക്. കൃഷ്ണദാസിൻ്റെ ശബ്ദം അവളെ ഞെട്ടിച്ചു. കോഫി കഴിച്ച് ഗാർഡനിലൂടെ നടക്കുമ്പോൾ എതിരെ പ്രതാപൻ. ഹലോ പ്രതാപൻ. കൃഷ്ണദാസ് ചാടി വീണ് അയാളുടെ കയ്യിൽ പിടുത്തമിട്ടു. കുശലപ്രശ്നങ്ങൾ, ക്ഷേമാന്വേഷണങ്ങൾ. വിമല എന്താ ഒന്നും മിണ്ടാത്തത്? പ്രതാപൻ്റെ ചോദ്യം. ഞാനെന്തു മിണ്ടാനാ? സുഖമല്ലേ എന്ന് ചോദിക്കാം. പ്രതാപൻ ചിരിച്ചു. ഞാൻ ബീച്ചിൽ വന്നിട്ടുള്ളപ്പോഴെല്ലാം വിമലയെ കണ്ടിട്ടുമുണ്ട്. ചിലപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ ബീച്ചിൽ വരാൻ നമ്മളെ ആരാണ് നമ്മളറിയാതെ പ്രേരിപ്പിക്കുന്നതെന്ന്. എന്നാൽ ഞങ്ങൾ നീങ്ങട്ടെ. കൃഷ്ണദാസ് നടന്നു കഴിഞ്ഞു. പ്രതാപൻ വിമലയെ അടിമുടി നോക്കി. അവൾ കടന്നു പോകുമ്പോൾ അഭിനന്ദന രൂപേണ അയാൾ മന്ത്രിച്ചു. ഒന്നുകൂടി മിനുങ്ങിയിട്ടുണ്ട്. കോർണിഷ് റോഡിലൂടെ പോകുമ്പോൾ വിമല ബീച്ചിലേക്ക് നോക്കി. കടലിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങുമിങ്ങും നീങ്ങുന്ന മനുഷ്യർക്കിടയിൽ എവിടെയോ പ്രതാപനുണ്ട്. വീട്ടിലെത്തി. വാങ്ങിയതെല്ലാം പ്രമീള ചേച്ചിയെ കാണിച്ചു. ദാസേട്ടൻ മെറിഡിയൻ ഹോട്ടലിലെ കാപ്പി കഴിച്ചതുവരെ വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി പറയും പോലെ സന്തുഷ്ട കുടുംബമാണിത്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു. തന്നോടും ഇതുവരെ സ്നേഹക്കുറവ് കാണിച്ചിട്ടില്ല. ഈ വീട്ടിലെ ഒരംഗത്തെപ്പോലെയായിരിക്കുന്നു. വിമല ഓർത്തു. എന്നാൽ അത് തകിടം മറിയാൻ അധികനാൾ വേണ്ടിവന്നില്ല. കൃഷ്ണദാസിൻ്റെ ഒരു വികൃതിതരമായിരുന്നു അതിന് ഹേതു. സംഗതി ഇത്രമേൽ ഗൗരവമാകുമെന്ന് അയാൾ സ്വപ്നേപി കരുതിയിരുന്നില്ല. രാവിലെയാണ് സംഭവം. വിമല കുളി കഴിഞ്ഞു വന്ന് ഡ്രസ് മാറി, മുടി തുമ്പുകെട്ടി വിതർത്തിട്ട ശേഷം നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുഖത്ത് പൗഡറിട്ടു. പ്രമീള ബാത്റൂമിലാണ്. കൃഷ്ണദാസ് വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ വിമല പുറംതിരിഞ്ഞിരുന്ന് മേക്കപ്പ് ചെയ്യുകയാണ്. മിൻറ്റിയിറുത്ത് മേശപ്പുറത്ത് വെച്ചിരുന്ന പൂവെടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അയാൾ വിമലയുടെ പുറകിൽ വന്ന് നിന്നു. പിന്നെ മൃദുവായി അവളുടെ മുടിയിൽ തിരുകി. വിമല സ്പർശനം അനുഭവപ്പെട്ട് തിരിയുമ്പോൾ അയാൾ അവളുടെ വിതിർത്തിട്ട മുടിയിൽ ചേർത്ത മുഖം അകറ്റുകയായിരുന്നു. ഒരു പൂവുകൂടി വെച്ചപ്പോൾ വിമലയുടെ മുടിക്ക് നല്ല സുഗന്ധം. പറഞ്ഞത് പൂർത്തിയാക്കാൻ അയാൾക്കായില്ല. വാതിൽക്കൽ കുളി കഴിഞ്ഞു വന്ന പ്രമീള. അയാൾ ഞെട്ടിപ്പോയി. വിളറിത്തെറിച്ചു നിന്ന വിമല കണ്ടത് പ്രമീള ധൃതിയിൽ തിരിച്ച് ബാത്റൂമിലേക്ക് കടന്ന് വാതിലടയ്ക്കുന്നതാണ്. കുറ്റബോധം കൊണ്ട് കൃഷ്ണദാസിൻ്റെ മുഖം താണിരുന്നു.
വിമലയുടെ കുത്തിത്തുളയ്ക്കുന്ന നോട്ടം കാണാനാവാതെ അയാൾ പിന്തിരിഞ്ഞു. വിമല പതറിപ്പോയി. ചേച്ചിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ആദ്യമായാണ്. ദാസേട്ടൻ എന്താണാ ചെയ്തത്? യാതൊരു ബോധവുമില്ലാതെ കുളിമുറിയുടെ അടഞ്ഞ വാതിലിനപ്പുറത്തു നിന്നും അടക്കിപ്പിടിച്ച കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് തോന്നി. ഒടുവിൽ പ്രമീള ഇറങ്ങി വന്നപ്പോൾ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. കല്ലിച്ച നോട്ടം വിമലയുടെ നേർക്ക് പാളി വീണു. സ്നേഹവും കാരുണ്യവുമില്ലാത്ത നോട്ടം, പേടിയും വെറുപ്പും അവജ്ഞയും നിറഞ്ഞ നോട്ടം. വിമല നിന്നെടുത്ത് നിന്ന് ഉരുകി. അധ്യായം 22. വിമലയ്ക്ക് പ്രമീളയെ എങ്ങനെ പറഞ്ഞു തിരുത്തണമെന്ന് അറിയില്ലായിരുന്നു. പ്രമീള ഭയങ്കരമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നി. അവളുടെ മുഖം കനത്തിരുന്നു. സമാധാനപൂർണമായിരുന്ന കുടുംബാന്തരീക്ഷത്തിൽ അശാന്തി നിറഞ്ഞു. പ്രമീളയുടെ വിമലയോടുള്ള പെരുമാറ്റത്തിലെ സൗമ്യതയും സ്നേഹവും ഇല്ലാതായി കഴിഞ്ഞു. മാനസികമായ ആ അകൽച്ച പ്രകടമായിരുന്നു. വിമലയെ അത് വല്ലാതെ വേദനിപ്പിച്ചു. പ്രമീള പ്രകടിപ്പിക്കുന്ന അകൽച്ച കുട്ടികളും മനസ്സിലാക്കിയെന്ന് തോന്നി. അവരും ക്രമേണ അകലാൻ തുടങ്ങി. താൻ ആ വീട്ടിൽ ഇനിയൊരു അധികപ്പറ്റാണെന്ന് വിമലയ്ക്ക് മനസ്സിലായി. തീരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രമീളയും കൃഷ്ണദാസും ഇടഞ്ഞു തുടങ്ങി. ചിലപ്പോൾ വഴക്കിൻ്റെ ശബ്ദമുയർന്നു. ഒരു ദിവസം കൃഷ്ണദാസ് വിമല ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നു. വിമലയെ തനിച്ച് കണ്ട് അയാൾ ക്ഷമാപണം നടത്തി. വിമല, എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയല്ല ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. വെറുമൊരു വികൃതി. മനസ്സിനടക്കമില്ലല്ലോ. എന്നോട് വെറുപ്പ് തോന്നരുത്. പ്രമീളയെ പറഞ്ഞു തിരുത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. വിമലയുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് വളരെ വിഷമമുണ്ട് കുട്ടി. നിനക്കറിയാമോ എന്നറിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മനുഷ്യർ നമ്മുടെ ഉള്ളിലുണ്ട്. എന്തുമാകട്ടെ, നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അത് പറയാനും മാപ്പ് ചോദിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നത്. വിമല ഒന്നും മിണ്ടിയില്ല. കൃഷ്ണദാസ് പോയി. വിമല ആ ദിവസങ്ങളിലെല്ലാം ദുഃഖിതയായി കാണപ്പെട്ടു. ആരുടെയാണ് തെറ്റ്? പ്രമീളയെ കുറ്റപ്പെടുത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. താനൊരു തെറ്റും ചെയ്തിട്ടില്ല. കൃഷ്ണദാസ് ഒരു ചാപല്യം കാട്ടി. ആഴത്തിൽ ചിന്തിച്ചാൽ സംഗതിയുടെ നിസ്സാരത്വം പ്രമീള ചേച്ചിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അമ്മിണി വിമലയുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ലാതിരുന്നതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ അവളൊന്നും ചോദിച്ചില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ചതിലും ഗൗരവമുള്ളതാണ് സംഗതിയെന്ന്. ഒരു ദിവസം അമ്മിണി തുറന്നു ചോദിച്ചു, നിനക്കെന്താ പറ്റിയത്? എന്നോട് പറയ. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നെ ഒളിക്കണ്ട. ഞാൻ ആദ്യം മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ വിമലയ്ക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മിണി ദീർഘനേരം ഒന്നും മിണ്ടാതിരുന്നു. വിമലയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചാണ് എൻ്റെ വേദന മുഴുവൻ. ചേച്ചിയാണ് നാശത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. എനിക്കൊരു ജോലി ശരിയാക്കി തന്നത്. എൻ്റെ ജീവന് പോലും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ ചേച്ചിയോട് ദ്രോഹം ചെയ്തല്ലോ എന്ന് ചേച്ചി കരുതുന്നതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിമല തേങ്ങി. അമ്മിണി ദീർഘമായി നിശ്വസിച്ചു. ആരെയും കുറ്റപ്പെടുത്തിയിട്ടും പഴി ചാരിയിട്ടും കാര്യമില്ല. അങ്ങനെ സംഭവിച്ചു പോയി. ഒരു കുട്ടിക്കളി അങ്ങേയറ്റം വഷളായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് കരുതിയാൽ മതി. ഞാൻ എന്തു ചെയ്യണം? അതാണ് അറിയാത്തത്. അവിടുന്ന് താമസം മാറ്റണം. അതേ ചെയ്യാനുള്ളൂ. അത് കുറ്റസമ്മതത്തിൻ്റെ ലക്ഷണമല്ലേ? ചേച്ചി എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ കുറെ കൂടി എളുപ്പമായിരുന്നു. നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവർക്കറിയാമായിരിക്കും. അതുകൊണ്ടാവാം പോകാൻ പറയാത്തത്. പക്ഷേ നീ പോരുന്നതാണ് നന്ന്. ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ നീ താമസം മാറ്റണം. കുറച്ചു കാലത്തേക്കെങ്കിലും. അല്ലെങ്കിൽ പ്രശ്നം ഓരോ മനസ്സിലുമിരുന്ന് പുകഞ്ഞു നീറും. എന്തിനു വെറുതെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു? വല്ലാതെ തകർന്നാൽ പിന്നെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചെന്നു വരില്ല. ഇപ്പോൾ തന്നെ ചേച്ചി എന്നോട് അകൽച്ച കാണിക്കുന്നതിൽ ദാസേട്ടന് ഇഷ്ടക്കേടുണ്ട്. ഞാൻ പോന്നാൽ ആ ദേഷ്യം കൂടി ചേച്ചിയോടല്ലേ തീർക്കുക? നീ നിന്നാലോ? ചേച്ചി വീണ്ടും നീരസം കാണിക്കും. ചേട്ടൻ്റെ ഉള്ളിലിരുന്ന് അത് പുകയും. ക്ഷമ കെടുമ്പോൾ നിനക്ക് അനുകൂലമായി സംസാരിച്ചെന്നു വരും. ചേച്ചിക്കത് സഹിക്കാൻ പറ്റുമോ? അവരുടെ വൈരാഗ്യം കൂട്ടാനല്ലേ അത് ഉതകൂ. നീ പോന്നു കഴിഞ്ഞ് അവർ തമ്മിൽ എന്തുമാകട്ടെ, നിന്റെ ഭാഗത്തല്ലല്ലോ തെറ്റ്. എന്നാലും ഞാൻ കാരണമല്ലേ? പറയുന്നത് കേൾക്ക് വിമലേ. നീ താമസം മാറ്റുന്നതാണ് എന്തുകൊണ്ടും നന്ന്. അവസാനം വിമലയ്ക്കും മനസ്സിലായി അതാണ് നന്നെന്ന്. അമ്മിണി അവളുടെ ക്വാർട്ടേഴ്സിലേക്ക് വിമലയെ ക്ഷണിച്ചു. മേരിയും അമ്മിണിയും ഒന്നിച്ചാണ് താമസം. ഒരാൾക്ക് കൂടി അവിടെ സൗകര്യമുണ്ട്. അങ്ങോട്ട് മാറാം. വെള്ളിയാഴ്ച ദിവസം മാറാനായിരുന്നു വിമലയുടെ തീരുമാനം. വെള്ളിയാഴ്ചകൾ ഒഴിവു ദിവസങ്ങളാണ്. വിമല താൻ താമസം മാറ്റുന്ന കാര്യം പ്രമീളയെ അറിയിച്ചു. പ്രമീളയ്ക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. താമസം മാറ്റേണ്ടെന്ന് പറയുകയോ
മാറ്റുന്നതാണ് നന്നെന്ന് പറയുകയോ ഉണ്ടായില്ല. നിർവികാരമായിരുന്നു അവളുടെ മുഖം. നീ പോകുന്നിടത്ത് വേണ്ടത്ര സൗകര്യങ്ങളുണ്ടോ? ഉവ്. എന്നാണ് മാറുക? വെള്ളിയാഴ്ച. വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ വിമല തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചു. എന്തോ പന്തുകേടുണ്ടെന്ന് കൃഷ്ണദാസിന് തോന്നി. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണദാസ് ചോദിച്ചു, എന്തായിരുന്നു വലിയ പാക്കപ്പും ഒരുക്കവുമൊക്കെ? വിമല ഈയിടെ എങ്ങാൻ നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ? ഞാനിവിടെ നിന്നും താമസം മാറ്റുകയാണ്. താമസം മാറ്റാനോ? എന്തിന്? ആര് പറഞ്ഞിട്ട്? അയാൾ അമ്പരപ്പോടെ വിമലയെ നോക്കി. പിന്നെ നെറ്റിച്ചുളിച്ച് കുറ്റപ്പെടുത്തും വിധം തീഷ്ണമായി പ്രമീളയെയും. എന്താ, അവൾക്ക് മാറി താമസിച്ചുകൂടെ? ഇതല്ലല്ലോ അവളുടെ വീട്. ആണോ? പ്രമീള മോശമായ സൂചനകളോടെ ചോദിച്ചു. ഇതവളുടെ വീടായതുകൊണ്ടാണോ 3-4 വർഷം ഇവിടെ താമസിച്ചത്? ആണോടി? കൃഷ്ണദാസിൻ്റെ സ്വരം വിറച്ചു. അല്ല, സ്വന്തം വീട്ടിലെ കൂടപ്പിറപ്പുകളെ പോലെയാണ് ഇവിടെയുള്ളവരുമെന്ന് വിചാരിച്ചിട്ടാണ്. പ്രമീള തിരിച്ചടിച്ചു. എന്താ അതിനർത്ഥം? ഇവിടെ എന്ത് സംഭവിച്ചെന്നാണ് നീ പറയുന്നത്? വിമല പറയട്ടെ. അവൾക്കിവിടെ താമസിക്കാൻ പറ്റാത്ത വിധം എന്തുണ്ടായി? ഈ വീട്ടിൽ നിന്നും പെട്ടെന്ന് താമസം മാറ്റാനുള്ള കാരണമെന്താ? ഒളിച്ചുകളിയൊന്നും വേണ്ട. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കണം. കുറേ നാളായി ഞാനിത് സഹിക്കുന്നു. പറഞ്ഞു കൊടുക്കൂ വിമലെ. എന്തുകൊണ്ടാണ് നിനക്കിവിടുന്ന് താമസം മാറ്റേണ്ടി വന്നതെന്ന് പാവത്തിന് അറിഞ്ഞുകൂടാ. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അത് നിർത്തിയിട്ട് 3 പേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അവർ പേടിച്ചരണ്ടിരുന്നു. വിമലയ്ക്ക് കരച്ചിൽ വന്നു. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നാളെ ഞാൻ സ്ഥലം വിട്ടുകൊള്ളാം. ഈ ഒരു രാത്രി കൂടിയല്ലേ ഉള്ളൂ. എന്നെക്കൊണ്ടുള്ള ഉപദ്രവം. എന്നെ പ്രതി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. എനിക്ക് വിവരമറിയണം വിമലെ. ഞാൻ വെറും കൊഞ്ഞാണ്ടനാണെന്ന് ആരും വിചാരിക്കരുത്. കൃഷ്ണദാസ് ക്ഷുഭിതനായി. വിമല ഇവിടുന്ന് താമസം മാറ്റുന്നതിൽ നിങ്ങൾക്കെന്താ ഇത്ര വിഷമം? എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അയാൾ ശബ്ദമുയർത്തി. എന്നാൽ അതുതന്നെയാ അവൾ താമസം മാറ്റാനുള്ള കാരണവും. എനിക്കറിയാമെടി. കൃഷ്ണദാസ് ചാടിയെണീറ്റ് കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിന്മേൽ ആഞ്ഞടിച്ചുകൊണ്ടലറി. ടേബിളും അതിന്മേലുള്ള പാത്രങ്ങളും കുലുങ്ങി വിറച്ചു. ഗ്ലാസ് പൊട്ടിത്തകർന്ന് ചില്ലുകൾ അയാളുടെ കൈപ്പത്തിയിൽ പൂളിക്കയറി. പൊട്ടിയ ചില്ലുകളിലും മേശമേലും ചോരത്തുള്ളികൾ ഇറ്റുവീണു. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അയാൾ ചാടിയിറങ്ങിപ്പോയി. കുട്ടികൾ പേടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. ഏങ്ങലടിച്ചുകൊണ്ട് പ്രമീളയും എഴുന്നേറ്റ് പോയി. പിന്നാലെ കുട്ടികളും. ടേബിളിൽ വിമല മാത്രമായി. ഞെട്ടിപ്പകച്ചിരുന്ന അവൾ മേശമേൽ മെല്ലെ തല ചായ്ച്ചു. പിന്നെ വായ്പൊത്തി ശബ്ദം കേൾപ്പിക്കാതെ കരഞ്ഞു. രാവിലെ വിമല തന്നെ ടാക്സി വിളിച്ചുകൊണ്ടുവന്നു. സാധനങ്ങളെല്ലാം അതിൽ കയറ്റി. കുട്ടികളോട് യാത്ര പറയുമ്പോൾ അവൾ വിതുമ്പി. കുട്ടികൾക്ക് വിഷമമൊന്നും കണ്ടില്ല. ആശ്വാസമായിരുന്നു അവരുടെ മുഖത്ത്. താൻ മുഖേനയാണ് വീട്ടിൽ കലഹമുണ്ടാകുന്നതെന്ന് അവർ മനസ്സിലാക്കിയതുപോലെ വിമലയ്ക്ക് തോന്നി. കൃഷ്ണദാസിനോട് യാത്ര പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. വിമല നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. എന്നും നീ നല്ലവളായിരിക്കും. ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും പഴിച്ചാലും. ഏറ്റവും ഒടുവിലാണ് പ്രമീളയോട് യാത്ര പറഞ്ഞത്. ചേച്ചിയാണ് എനിക്കൊരു ജീവിതം തന്നത്. ഇല്ലെങ്കിൽ പണ്ടേ ഞാൻ നശിച്ചേനെ. എൻ്റെ കുടുംബവും തകരുമായിരുന്നു. എന്നും ചേച്ചിയോട് കടപ്പാടുള്ളവളാണ് ഞാൻ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ചേച്ചിയോടിപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതാണ്. ചേച്ചിയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നന്ദികേട് കാണിച്ചിട്ടില്ല. അപ്പോഴേക്കും കരച്ചിൽ പൊട്ടി. കവിളിലെ കണ്ണീർ കൈത്തലം കൊണ്ട് തൂത്തു. പ്രമീള അവളുടെ ഇരുചുമലിലും കൈവച്ച് അവളെ ചേർത്ത് നിർത്തി. അവളുടെ ശിരസിൽ മെല്ലെ തലോടി. നീ തെറ്റുകാരിയല്ലെന്ന് എനിക്കറിയാം കൊച്ചേ. നിന്നെ ഞാൻ ഒട്ടും അവിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടല്ല ഞാൻ നിന്നോട് അകൽച്ച കാണിച്ചത്. താമസം മാറ്റുകയാണെന്ന് പറഞ്ഞപ്പോൾ തടയാഞ്ഞതും. നീയും ദാസേട്ടനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. എന്നാലും നീ പോകുന്നതാ നല്ലത്. ഞാൻ നിങ്ങളുടെ 2 പേരുടെയും കൂട്ടത്തിലില്ലാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് സംശയിച്ച് തീ തിന്നാൻ വയ്യ. നീ മാറി താമസിച്ചാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. അതാണ് സത്യം. പ്രമീള ക്ഷമാപണമെന്ന പോലെ പറഞ്ഞു. വിമല ഉച്ചയ്ക്ക് മുൻപ് അമ്മിണിയുടെ ക്വാർട്ടേഴ്സിലെത്തി. സാധനങ്ങൾ ഇറക്കി അകത്തുവെച്ചു. സമാധാനപരമായിട്ടായിരുന്നോ വിടവാങ്ങൽ? അമ്മിണി ചോദിച്ചു. വിമല ഒന്നും മിണ്ടാതെ കിടക്കയിൽ ചെന്നു വീണു. അമ്മിണി ചെല്ലുമ്പോഴേക്കും കരച്ചിലിൻ്റെ അണ മുറിഞ്ഞു കഴിഞ്ഞിരുന്നു. അധ്യായം 23. വീട്ടിലെ സാമ്പത്തിക ആവശ്യങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു വിമലയുടെ വിശ്വാസം. വിശ്വേട്ടൻ പുതുതായി വാങ്ങിയ സ്ഥലത്തേക്ക് താമസം മാറ്റിയെന്നറിഞ്ഞു. ഇനിയുടനെ പണം എന്തിന്? വിശ്വേട്ടന് ചെലവ് കഴിയാനുള്ള വക ആ 1 ഏക്കർ തെങ്ങിൻതോപ്പിൽ നിന്നും കിട്ടുമെന്നാണ് നേരത്തെ എഴുതിയിരുന്നത്. അനിലയും അജിതയും അജയനും പഠിക്കുകയാണ്. എന്നാൽ അക്കൊല്ലം നാട്ടിൽ ചെന്നപ്പോൾ
പരാതികളുടെയും അത്യാവശ്യങ്ങളുടെയും നിര കണ്ട് വിമല ഞെട്ടിപ്പോയി. കൂട്ടം ചേർന്ന് അവ തന്നെ ആക്രമിക്കുകയാണെന്ന് പോലും അവൾക്ക് തോന്നി. വീടിനുൾഭാഗം ചൂണ്ടിക്കാട്ടിയിട്ട് മാധവിയമ്മ പറഞ്ഞു. അവനും അവളും കൂടി പൊറുതി മാറിയപ്പോൾ എല്ലാം തൂത്തുവാരിക്കൊണ്ടുപോയി. ഇവിടെ ഇപ്പം ഒന്നുമില്ല. നീ വേണം എല്ലാം വാങ്ങിച്ചിടാൻ. മനുഷ്യന് താമസിക്കാനുള്ള വീടല്ലേ ഇത്, തൊഴുത്തല്ലല്ലോ. ശരിയാണ്, വീട്ടിലിനി അവരവരുടെ കട്ടിലുകളല്ലാതെ മറ്റൊന്നും തന്നെ ശേഷിച്ചിട്ടില്ല. മേശകൾ, അലമാരകൾ, സെറ്റി, സോഫ, റേഡിയോ, ടേപ്പ് റെക്കോർഡർ, സൈക്കിൾ, അടുക്കളയിൽ നിന്ന് പ്രഷർ കുക്കർ, മീൽ സേഫ്, ഫ്രിഡ്ജ്, തീന്മേശ, സ്റ്റീൽ പാത്രങ്ങൾ എന്നിങ്ങനെ സകലതും വിശ്വേട്ടൻ കൊണ്ടുപോയി. അമ്മയ്ക്ക് പറയരുതായിരുന്നോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു മനസാക്ഷി വേണമെന്ന്? ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? നീ പുതിയത് വാങ്ങിത്തരുമെന്നും പറഞ്ഞ അവനെല്ലാം വാരിക്കൊണ്ടുപോയത്. എൻ്റെ അലമാരയും കൊണ്ടുപോയി ചേച്ചി. അജിതയുടെ പരാതി. എൻ്റെ ഡ്രോ മേശയും എടുത്തോണ്ട് പോയി അനില. ടേപ്പ് റെക്കോർഡറും പോയി. അത് അജയൻ്റെ വകയായിരുന്നു. കൊണ്ടുപോകരുതെന്ന് പറയണമായിരുന്നു. ഞങ്ങൾക്ക് കയ്യിൽ കയറി പിടിക്കാനൊക്കുമോ? അമ്മയ്ക്കും അച്ഛനും തടയാമായിരുന്നു. ഓ, തടഞ്ഞു. നീ വേറെ വാങ്ങിച്ചിട്ടാൽ മതി. അവൻ്റെ വീട്ടിലും എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മൗന അനുവാദത്തോടെയാണ് വിശ്വേട്ടൻ വീട്ടുസാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. താൻ കഴുതയെപ്പോലെ പണിയെടുത്ത് കാശുണ്ടാക്കി ഇനിയും ഇനിയും വാങ്ങിച്ചിട്ട് കൊള്ളുമല്ലോ. വിമല അമർഷം കൊണ്ടു. വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ ഇല്ലാതെ ജീവിച്ചാൽ മതി. ഞാൻ വല്ലവരോടും കടം കൂടി വാങ്ങിച്ചിട്ടാണ് വിശ്വേട്ടന് സ്ഥലം വാങ്ങാൻ പണം കൊടുത്തത്. നുണയൊന്നും പറയണ്ട. തൽക്കാലം നീ സ്വന്തമായിട്ട് ബാങ്കിലിട്ടിരിക്കുന്ന കാശെടുത്ത് ഇതൊക്കെ വാങ്ങിക്ക്. പിന്നെ ശമ്പളം കിട്ടുമ്പം എടുത്തത്രയും അടച്ചോ. അമ്മ പറഞ്ഞു. ബാങ്കിലിട്ടിരിക്കുന്നതോ? ഇല്ലേ, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ? ഒരു കരുതലില്ലാതെ ഒന്നും ചെയ്യുന്നവളല്ലെന്ന്. ഈശ്വരൻ സാക്ഷിയായിട്ട് 100 രൂപ തികച്ച് ഒരിടത്തും ഞാൻ ബാങ്കിലിട്ടിട്ടില്ല. പൊടി എവിടുന്ന്? പിന്നെ നിന്റെ ശമ്പളമൊക്കെ എന്തിയേ? അതിൻ്റെ കണക്കൊക്കെ ഞാൻ അമ്മയോട് പറയാറില്ലേ? ചേച്ചിയുടെ ശമ്പളം മുഴുവൻ അയച്ചു തരുന്നില്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അനില പറഞ്ഞു. ഇല്ലടി, നേർപകുതി ഞാൻ സ്വന്തമായി സമ്പാദിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ കൈകുടഞ്ഞിട്ട് തന്നു. ഇപ്പോഴാ ഞാനൊരു പാഠം പഠിച്ചത്. ഞാൻ എന്തു ചെയ്യണമായിരുന്നെന്ന് പറഞ്ഞു തന്നതിന് നന്ദി. വിമല വിഷുൻ്റെ വീടും പുരയിടവും കാണാൻ ചെന്നു. വീടും പുരയിടവും കൊള്ളാം. നല്ല കാഫലമുള്ള തെങ്ങുകൾ, ഒരു ചെറിയ കുടുംബത്തിന് വേണ്ടുവോളം സൗകര്യമുള്ള വീട്. പഴയ മാതൃകയിൽ പണി കഴിപ്പിച്ചതാണെന്നേ ഉള്ളൂ. വിമലയെ കണ്ടതും വിഷനും ഭാര്യയും കൂടി അത്യാവശ്യങ്ങളുടെ പട്ടിക നിരത്തി. ചെലവ് കഴിയാനുള്ള വകയൊന്നും ഇവിടെ കിട്ടുകയില്ല. തെങ്ങ് പകുതിയും കേടാ. നീ സഹായിച്ചില്ലേൽ ഒരു രക്ഷയുമില്ല. വീട്ടിലേക്കുള്ള ഉപകരണങ്ങളെല്ലാം മേടിക്കാൻ കിടക്കുന്നു. ഈ വീടിനുള്ളിൽ ഇനി എവിടെയിടും വിശ്വേട്ട വീട്ടുപകരണങ്ങൾ? അവിടെയുണ്ടായിരുന്നതെല്ലാം ഇങ്ങു കൊണ്ടുപോന്നില്ലേ, യാതൊരു മര്യാദയുമില്ലാതെ? ഞങ്ങൾ മര്യാദകേടൊന്നും കാണിച്ചില്ല. അമ്മ ചേട്ടനോട് പറഞ്ഞതാ എല്ലാം കൊണ്ടുപോയിക്കൊള്ളാൻ. വിഷുൻ്റെ ഭാര്യ അറിയിച്ചു. ഇനി എന്തിനാ വീട്ടുപകരണങ്ങൾ? ഇപ്പോൾ തന്നെ കുത്തിനിറച്ചിരിക്കുകയല്ലേ സകല മുറിയിലും. അതും കൂടി പറയാനിരിക്കുകയായിരുന്നു. തീരെ സൗകര്യമില്ല ഇതിനകത്ത്. ഇടുങ്ങിയ മുറികളെല്ലാം. മാത്രമല്ല വീടിന് ഭംഗിയുമില്ല. അതുകൊണ്ട് മുൻവശം ഒന്ന് പൊളിച്ചു പണിയണം. 2 മുറി പിടിക്കാം. മുൻവശം വാർക്കുകയും ചെയ്യാം. എന്നാൽ വേണ്ടത്ര സ്ഥല സൗകര്യങ്ങളുണ്ടാകും. വീടിന് ഭംഗിയുണ്ടാകും. അതിനുള്ള കാശ് നീ ഉണ്ടാക്കിത്തരണം. നീ തരുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കാനൊക്കോ? എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഒരു സ്റ്റേഷനറി കട. അതിനുള്ള പണവും കൂടി തരണം. 1 കൊല്ലത്തിനകം മതി. വിശ്വേട്ടൻ എന്താ വിചാരിച്ചേക്കുന്നത്? അവിടെ പണം കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഒരു കുട്ടയുമായി ചെന്ന് ഇഷ്ടം പോലെ വാരിയെടുത്തുകൊണ്ട് പോന്നാൽ മതിയെന്നുമാണോ? 1 കൊല്ലത്തിനകം മതിയെന്ന് പറഞ്ഞില്ലേ? നീ നോക്കിയാൽ കാശുണ്ടാകുമെന്നൊക്കെ എനിക്കറിയാം. ഉണ്ടാകില്ല. ചുമ്മാ സൗജന്യമൊന്നുമല്ലടി ചോദിക്കുന്നത്. എനിക്കും കൂടി അവകാശപ്പെട്ട കിടപ്പാടം പണയം വെച്ചിട്ടാ നിന്നെ ഗൾഫിലയച്ചത്. കിട്ടുന്ന കാശ് നീ ഇങ്ങോട്ട് തന്നാൽ മതി. മറുചോദ്യമൊന്നും ചോദിക്കണ്ട. കാശുണ്ടാക്കാൻ ഏൽപ്പിച്ച നിന്നെ അങ്ങോട്ടയച്ചത്. നീ അല്ലെങ്കിൽ അനിലയോ അജിതയോ അത് ചെയ്യുമായിരുന്നു. വിമല മറുപടി പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാമായിരുന്നു. തൻ്റെ ജീവിതം അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് പണയം വെച്ചിരിക്കുകയാണെന്നാണ് ഭാഷ്യം. പറമ്പ് ചുറ്റി നടന്ന് കണ്ടപ്പോൾ മനസ്സിലായി നിത്യവൃത്തിക്കുള്ള ആദായമൊക്കെ കിട്ടുമെന്ന്. പോകാൻ നേരം വിശ്വൻ ചോദിച്ചു. നീ ഒന്നും പറയാതെ പോയാലോ? ഞാൻ എന്താ പറയേണ്ടത്? പണത്തിൻ്റെ കാര്യം എങ്ങനാ? തൽക്കാലം ഉണ്ടാവുകയല്ല. ഒട്ടും. പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? നാണമില്ലേ വിശ്വേട്ടന്? വിശ്വേട്ടൻ്റെ വിചാരം എന്താ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാ. ഈ സ്ഥലം വാങ്ങിക്കാനുള്ള പണം ഉണ്ടാക്കിയത് വല്ലവരോടും കടം മേടിച്ചിട്ടാ. അത് വീട്ടണം. വീട്ടിലുള്ളതെല്ലാം പെറുക്കിക്കൊണ്ടു പോന്നില്ലേ? അതൊക്കെ വാങ്ങിച്ചിട്ടണ്ടേ? നീ ന്യായമൊന്നും പറയണ്ട. എനിക്ക് കാശ അത്യാവശ്യമാ.
വിമലയ്ക്ക് ദേഹമാസകലം വിറഞ്ഞു കയറി. പഴയ തൊഴിലൊരെണ്ണം വശമില്ലേ? ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്ക്. മോഷണത്തെക്കുറിച്ചാണ് സൂചനയെന്ന് വിഷ്ണു മനസ്സിലായി. ചുമ്മാതല്ലടി, ഓശാരമല്ല ചോദിക്കുന്നേ. എൻ്റെ അടുത്ത് നീ വലിയ കൈമിയാകണ്ട കേട്ടോ. എന്നാൽ വിശ്വേട്ടൻ കേട്ടോ, ഒന്നിലധികം വീട്ടിൽ ചെലവിന് കൊടുക്കാനുള്ള വരുമാനം തൽക്കാലം എനിക്കില്ല. ദാരിദ്ര്യമാണെങ്കിൽ വീട്ടിൽ പോയി താമസിച്ചോ, കഞ്ഞിക്ക് മുട്ടുവരികയല്ല. വിമല തിരികെ വീട്ടിലെത്തി. ഗൾഫിലേക്ക് മടങ്ങാനുള്ള തീയതി അടുക്കുംതോറും പരിദേവനങ്ങളുടെ ശക്തിയും തീവ്രതയും വർദ്ധിച്ചു വന്നു. ആവശ്യങ്ങളുടെ പട്ടിക പിന്നെയും പിന്നെയും പെരുകി. അമ്മാമ്മ ഒരു വേള വിമലയോട് ചോദിച്ചു, നിന്നെ ആശ്രയിച്ച് 2 കുടുംബങ്ങളായി ഇല്ലേ? വിഷുവിനെ കാണാൻ പോയിരുന്നോ? ഉവ്വ്. അവൻ സംതൃപ്തനാണോ അതോ 1,00,000 രൂപയുടെ കുറവും കൂടിയേ ഉള്ളൂ. വീട്ടിലോ? ഞാൻ അവധിക്കാലത്തുകൂടി പണിയെടുത്ത് പണമുണ്ടാക്കിയാൽ അത്രയും നന്ന്. കിട്ടിയതുകൊണ്ട് ആരെങ്കിലും തൃപ്തരാകുമോ മോളെ? കൈയും കാലും അനക്കാതെ ചോദിക്കുന്ന പണം കിട്ടുമെങ്കിൽ ആർക്കും അതുകൊണ്ട് തൃപ്തി വരില്ല. വെറുതെ കിട്ടുകയല്ലേ, ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയാം അമ്മാമ്മേ, പക്ഷേ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ പണം കൊടുക്കുന്നത്. അവർക്ക് പണമുണ്ടാക്കി കൊടുക്കേണ്ട യന്ത്രമായി ഞാൻ എന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. യന്ത്രമായാലും കുറെ കഴിയുമ്പോൾ തേഞ്ഞും മാഞ്ഞും കേടുപാടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നീ ഓരോ തവണ വരുമ്പോഴും ഞാൻ പറയുന്നത്, റിപ്പയറിങ്ങിനുള്ള കരുതലെങ്കിലും വേണമെന്ന്. ഇന്നലെ നിനക്ക് ഒരു വീട്ടിലെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ മതിയായിരുന്നു. ഇന്നത് 2ആയി. അനിലയുടെ കല്യാണത്തോടെ അത് 3ആകും. പിന്നെയും അജിതയും അജയനും ബാക്കി. യന്ത്രമായാലും തകർന്നു പോകും മോളെ, ഓവർലോഡ് വരുമ്പോൾ. വിമല മൗനമായി നിന്നു. നിന്നെ എങ്ങനെ കബളിപ്പിക്കണമെന്ന് എൻ്റെ പെങ്ങൾ പോലും പഠിച്ചിരിക്കുന്നു. മാധവിയ വേറെ പൊറുതി മാറാൻ വിഷുവിനെ നിർബന്ധിച്ചത്. അവിടെ പോരും വഴക്കും ഒന്നുമില്ലായിരുന്നു. വിഷുവിന് അവിടുന്ന് താമസം മാറ്റാൻ ഇഷ്ടവുമില്ലായിരുന്നു. അവധി തീർന്നതോടെ വിമല ഗൾഫിലേക്ക് യാത്രയായി. ജോലിയിൽ പ്രവേശിച്ച് 1 മാസം തികഞ്ഞില്ല. നാട്ടിൽ നിന്ന് അമ്മയുടെയും വിഷുവിൻ്റെയും കത്ത്, ആവശ്യങ്ങളുടെ പട്ടിക വിമല അന്ന് തന്നെ 2 പേർക്കും എഴുതി. ഇക്കൊല്ലം ഇവിടുത്തെ പണം കായ്ക്കുന്ന മരം പൂത്തില്ല. അമർഷം കൊണ്ടാണ് എഴുതിയത്. അയച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി. കുറേ നാളത്തേക്ക് വീട്ടിൽ നിന്നും കത്തൊന്നും വന്നില്ല. വിശ്വേട്ടൻ്റെ കത്തും കിട്ടിയില്ല. പിണങ്ങിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പണം വേണ്ടപ്പോഴെല്ലാം ഉളുപ്പില്ലാതെ കൈനീട്ടാൻ ഇതല്ലേ ഉള്ളൂ ഒരു ദിശ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു കത്ത് കിട്ടി. മേൽവിലാസം എഴുതിയ കൈപ്പട കണ്ടപ്പോൾ ഹൃദയമൊന്ന് തുള്ളി വിറച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഹൃദയശൂന്യത കടലാസിൽ പകർത്തി അയക്കാൻ സൗമനസ്യം കാട്ടിയ കൈപ്പട. ഈ അക്ഷരവടിവുകൾ ഒരിക്കലും മറക്കാവതല്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷമായാലും അകക്കണ്ണുകളിത് വേഗം തിരിച്ചറിയും. ഉദ്വേഗത്തോടെ കവർ തുറന്നു നോക്കുമ്പോൾ ഒരു വെഡ്ഡിംഗ് കാർഡ്. ഗോപികൃഷ്ണൻ വിത്ത് രാധിക. ഭാഗ്യവാൻ. ആഗ്രഹിച്ചത് കണ്ടെത്തി. ആദ്യം നിർവികാരതയാണ് വിമലയ്ക്ക് തോന്നിയത്. നേരിട്ട് കണ്ടാൽ അനുമോദനം അറിയിക്കാനുള്ള ഉത്സാഹവും. ക്വാർട്ടേഴ്സിൽ ഉറങ്ങാൻ കിടക്കും മുൻപ് കാർഡ് ഒരിക്കൽ കൂടി നോക്കി. ഒരു കൂരമ്പ് പോലെ തോന്നി. ഇതൊരു പ്രതികാരമല്ലേ? ഗോപികൃഷ്ണൻ എനിക്കിത് അയക്കരുതായിരുന്നു. എന്തിനയച്ചു? എൻഗേജ്ഡായി കാക്കണ്ട എന്നറിയിക്കാനോ? അല്ല, ക്രൂരമായൊരു ആനന്ദത്തിന്. ബാക്കിയെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നല്ലോ. പ്രതീക്ഷ ഒട്ടുമില്ലായിരുന്നു. പക്ഷേ തന്നെ വേദനിപ്പിക്കണമെന്ന് മനഃപൂർവ്വം ഉദ്ദേശിച്ച് ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. ഗോപികൃഷ്ണൻ ഇത്ര ചീപ്പായി പെരുമാറിയല്ലോ. വിജനമായിരുന്ന സ്റ്റേഡിയത്തിന് മധ്യത്തിലൂടെ ഉറച്ച കാൽവയ്പ്പുകളോടെ നടന്നു നീങ്ങുന്ന പതികന് മുഖമില്ല. ആദർശവൽക്കരിച്ച വേഷത്തിനുള്ളിൽ ഉടലുമില്ല. വിമല ഗ്യാലറിയിൽ ഏകാന്തതയിലിരുന്ന് നോക്കി. ക്രൂരമായ ആനന്ദം തിളങ്ങുന്ന കണ്ണുകൾ. അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. കണ്ണുകൾ കവിഞ്ഞൊഴുകി. അമ്മിണി കേൾക്കാതെ അവൾ അടക്കിപ്പിടിച്ചു കരഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ടതിലുള്ള നിരാശയോ ദുഃഖമോ അല്ല, മനസ്സിലെ വിഗ്രഹത്തിൻ്റെ ഒളി മങ്ങിയതിലുള്ള തീവ്രവേദന. അധ്യായം 24. പ്രമീള കുട്ടികളെയും കൂട്ടി ഒരു ദിവസം വിമലയെ കാണാൻ വന്നു. വിമല അമ്മിണിക്കും നന്ദനനും അവരെ പരിചയപ്പെടുത്തി. പിന്നെ വിളിച്ചുകൊണ്ടുപോയി ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുത്തു. പോകാൻ നേരം പ്രമീള പറഞ്ഞു, നീ എന്താ അങ്ങോട്ട് വരാത്തത്? എനിക്ക് നിന്നോട് ഒരു വഴക്കുമില്ല. ഒഴിവു ദിവസങ്ങളിൽ വന്നുകൂടെ? വിമലയ്ക്ക് സന്തോഷം തോന്നി. വരാൻ ചേച്ചി, അമ്മിണിയെയും കൂട്ടിക്കൊള്ളൂ. അവൾ മൂളി. അന്നും ഇന്നും നിന്നെക്കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല കേട്ടോ. പക്ഷേ മുളയിലെ നുള്ളിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ്. മൂപ്പരെന്നോട് തുറന്നു പറഞ്ഞു. ഒരു കുസൃതിക്ക് ചെയ്തതായിരുന്നുവെന്ന്. നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും പറഞ്ഞു. നീ പച്ചക്കൊടി കാട്ടിയാൽ എന്തിനും തയ്യാറാകാനുള്ള സന്നദ്ധത പോലും. ഇപ്പോഴങ്ങനെയൊന്നുമില്ല.
വിമലയ്ക്ക് അതേക്കുറിച്ച് കേൾക്കാൻ തീരെ താല്പര്യം തോന്നിയില്ല. പ്രമീള പോയി. ഒരു തവണ ഹോസ്പിറ്റലിൽ വെച്ച് ദാസേട്ടനെയും കാണുകയുണ്ടായി. അടുത്തു വന്നു, സംസാരിച്ചു. പഴയ സ്നേഹവും വാത്സല്യവുമൊക്കെ തന്നെ, ഒരു മാറ്റവുമില്ല. സുഖമല്ലേ വിമലെ? പോകുന്നതിനു മുൻപ് വീണ്ടും ചോദിച്ചു. അതെ. എന്നോട് വെറുപ്പൊന്നും ഇല്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായാൽ അറിയിക്കണം. വിമല മൂളി. അമ്മിണിയുടെ അടുത്ത് വിമലയ്ക്ക് രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. അമ്മിണി ഉപദേശിച്ചു. അവിടെ പോകരുത് എന്നൊന്നും ഞാൻ പറയില്ല. നിനക്കവരോട് കടപ്പാടുണ്ടല്ലോ. പോവുക, എല്ലാവരെയും കണ്ട് കുശലം പറയുക, അപ്പോൾ തന്നെ തിരിച്ചു പോരുക. അതാണ് നല്ലത്. മാസത്തിൽ ഒരിക്കലോ മറ്റോ പോയാൽ മതി. പോകാതിരിക്കുന്നത് ശരിയല്ല താനും. അന്നു വൈകുന്നേരം അമ്മിണിയെ കാണാൻ സുജാതൻ വന്നു. അമ്മിണിയുടെ നാട്ടുകാരനാണ് സുജാതൻ. സാദിയ തായ്ലൻഡിലെ നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു സുജാതന് ജോലി. 2 വർഷത്തേക്കായിരുന്നു കരാർ. കരാർ നീട്ടിക്കിട്ടുമെന്ന വിശ്വാസത്തിലാണ് പുതിയ ജീവിതം തുടങ്ങിയത്. സുജാതൻ വീട്ടിലെ മൂത്ത സന്തതിയാണ്. പ്രാരാബ്ധങ്ങളുടെ കൂടായിരുന്നു വീട്. 4-5 പെങ്ങന്മാർ, അനുജന്മാർ, പ്രായമായ അച്ഛനമ്മമാർ തുടങ്ങി 13 അംഗങ്ങളുള്ള വീട്. NPCCയിൽ നല്ല ശമ്പളത്തോടെയുള്ള തുടക്കം. 2 വർഷം കൊണ്ട് കടങ്ങൾ വീട്ടി. വീട് മോടിയായി പുതുക്കിപ്പണിതു. ആഡംബരങ്ങളിൽ കുറവൊന്നും വരുത്തിയില്ല. എണ്ണഖനികൾ ഇന്നോ നാളെയോ വറ്റിപ്പോവുകയില്ലല്ലോ. ഒരു പെങ്ങളെ വേണ്ടതിലധികം ധാരാളിത്തത്തോടെ കെട്ടിച്ചയച്ചു. 2ാമത്തെ പെങ്ങളുടെ വിവാഹമുറപ്പിച്ചു. പെട്ടെന്നായിരുന്നു തിരിച്ചടി. സുജാതനെ സ്പോൺസർ ചെയ്തിരുന്ന ഏജൻസിയുമായുള്ള കരാർ പുതുക്കാൻ കമ്പനി വിസമ്മതിച്ചു. സുജാതന് ജോലിയില്ലാതായി. വേറൊരു ജോലിക്ക് വേണ്ടി അയാൾ പരക്കം പാഞ്ഞു. ജോലി പോയ വിവരം വീട്ടിലറിയിച്ചുമില്ല. അവിടെ ധാരാളിത്തത്തിന് കുറവൊന്നും ഉണ്ടായില്ല. കുറവ് വരരുതെന്നായിരുന്നു സുജാതൻ്റെയും ആഗ്രഹം. സ്നേഹിതരിൽ നിന്ന് കടം വാങ്ങിയും മറ്റും വീട്ടിലേക്ക് പണമയച്ചു കൊടുത്തു. 2 മാസത്തെ നിരന്തര പരിശ്രമത്തിന് ശേഷം മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കിട്ടി. ആദ്യത്തെ ജോലിയിൽ നിന്ന് കിട്ടിയിരുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ തുലോം കുറഞ്ഞ ശമ്പളം. സുജാതൻ്റെ ചെലവുകൾ നടന്നു പോകും. വയർ വരിഞ്ഞു മുറുക്കിയും പൊടിരസത്തിനുള്ള മദ്യപാനവും പൊടിമീശ വെച്ചപ്പോൾ മുതൽ ശീലിച്ച പുകവലിയും പാടെ നിർത്തിവെച്ചും അരിഷ്ടിച്ചും ജീവിച്ച് മിച്ചം വെച്ച കാശ് വീട്ടിലേക്ക് അയച്ചു. ആദ്യത്തെ ഡ്രാഫ്റ്റ് കൈപ്പറ്റിയപ്പോൾ മുതൽ വീട്ടുകാർക്ക് അമർഷം. സുജാതൻ കുടുംബത്തെയും കടമകളെയും മറന്ന് പണമെല്ലാം സ്വന്തമായി സമ്പാദിക്കുകയാണെന്നായിരുന്നു ആക്ഷേപം. ഒടുവിൽ അയാൾ സത്യാവസ്ഥ വെളിപ്പെടുത്തി. ആരും വിശ്വസിക്കുന്നില്ല. വലിയ വീട്ടിനുള്ളിൽ അരപ്പട്ടിണിയായി കഴിയാൻ അവർക്ക് വയ്യതാനും. സുജാതൻ വീട്ടിൽ പോയിട്ട് വർഷങ്ങളാകുന്നു. പോയി വരാനുള്ള പണം കൂടി അയാൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. 2ാമത്തെ സഹോദരിയുടെ വിവാഹം വേണ്ടെന്ന് വെച്ചതിൻ്റെ കുറ്റം മാത്രമല്ല സുജാതൻ്റെ ചുമലിൽ. മൂത്ത സഹോദരിയെ കൂടുതൽ കൊടുത്ത് കെട്ടിച്ചതിൻ്റെ കുറ്റം കൂടിയുണ്ട്. തൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ആവിധം ധാരാളിത്തത്തോടെ നിർവഹിക്കപ്പെടാത്തതിനാൽ മൂത്ത സഹോദരിയുടെ അമർഷവും സുജാതൻ്റെ നേർക്ക് തന്നെ. കിട്ടിയ ജോലി വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ സുജാതൻ പലവട്ടം ആലോചിച്ചതാണ്. കാരണം പണിയുടെ കാഠിന്യം തന്നെ. രാവിലെ 6 മണിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ട്രക്ക് വന്ന് ജോലിക്കാരെ തൂത്തുവാരി സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. മണിക്കൂറുകളോളം യാത്ര ചെയ്താലാണ് പണി നടക്കുന്നിടത്തെത്തുക. കല്ലും ഇഷ്ടികയും ചുമക്കലാണ് സുജാതന് കിട്ടിയ ജോലി. പൊള്ളുന്ന കൊടും വെയിലും ചൂടുകാറ്റും വകവയ്ക്കാതെ അന്തിനേരം വരെ കഠിനാധ്വാനം തന്നെ. 12 മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളുണ്ട്. അന്തി മയങ്ങുമ്പോൾ കരാറുകാർ കാലികളെ എന്ന പോലെ എല്ലാറ്റിനെയും വിരട്ടിത്തെളിച്ച് ട്രക്കിൽ കയറ്റി താമസ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുന്നു. പിന്നെയാണ് ശരീരം ശുദ്ധിയാക്കലും ആഹാരം വെച്ച് കഴിക്കലും. ഉറങ്ങുമ്പോൾ അർദ്ധരാത്രിയോടടുക്കും. പൊടി പിടിച്ച തകര ഷെഡുകളിൽ അട്ടിയടുക്കിയ പോലെ 10-16 പേർ വീതമാണ് താമസം. അതിനുള്ളിൽ വേവുന്ന ചൂട്. വേണ്ടത്ര ശ്വാസം കിട്ടുന്നില്ലെന്ന തോന്നൽ. പുലർച്ചയ്ക്ക് 2 മണിക്കൂർ മുൻപുണർന്ന് പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് ആഹാരമുണ്ടാക്കി കഴിച്ച് തയ്യാറാവുമ്പോഴേക്കും ട്രക്ക് ഇരമ്പിയെത്തുകയായി. ഒട്ടകത്തിൻ്റെ ഒരു ദിവസം കൂടി ആരംഭിക്കുന്നു, അഥവാ ആവർത്തിക്കുന്നു. ആവലാതികൾ കേൾക്കാൻ ആരുമില്ല. രോഗം വന്നാൽ കൂട്ടുകാർക്ക് ദയയില്ലെങ്കിൽ ചത്തതു തന്നെ. ഒഴിവു ദിവസങ്ങളിൽ കിടന്നുറങ്ങാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ തകര ഷെഡിനുള്ളിലെ പകൽ ചൂടിൽ ശരീരം വെന്തുപോകും. തല ചായ്ക്കാൻ ഒടുവിൽ ഈന്തപ്പന നിഴലുകൾ തന്നെ ശരണം. ശരിയായ ആഹാരമില്ല, ശുചിത്വമില്ല, ആരോഗ്യപരിപാലനത്തിന് ഗുണമായ മരുന്നുകളില്ല. അടിമയുടെ ജീവിതം. വീട്ടിലേക്ക് അയക്കുന്നതിൽ ഒരു തുട്ടു കുറഞ്ഞാലുള്ള പരാതി ആത്മഹത്യയ്ക്ക് വരെ പ്രേരിപ്പിച്ചെന്നു വരും. സുജാതൻ മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായി. നല്ല ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെ അസ്തമയമാണ് അയാളുടെ കണ്ണുകളിൽ കാണാനാവുക. ഇനിയിപ്പോൾ ജോലി ഉപേക്ഷിക്കണമല്ലോ എന്ന മനസാക്ഷിക്കുത്തില്ല.
അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലേക്ക് മടങ്ങിയാലുള്ള അവസ്ഥ ഒരു പേടി സ്വപ്നമാണ്. അതുകൊണ്ട് അയാൾ വീണ്ടും ജോലിക്കു വേണ്ടി ഉഴറി നടക്കുന്നു. പണത്തിന് മുട്ടുവരുമ്പോഴെല്ലാം അയാൾ അമ്മിണിയുടെ അരികിലാണ് ഓടിവരിക. കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാറില്ലെങ്കിലും അമ്മിണി വീണ്ടും കൊടുക്കുന്നു. പാവം അമ്മിണി ഇടയ്ക്കിടെ സുജാതനെ അനുസ്മരിച്ച് പറയും, സുജാതനെപ്പോലെ ഒരാളല്ല മണൽക്കാട്ടിലുള്ളത്, 100 പേരുണ്ട്. എത്രയെത്ര ഒട്ടകങ്ങളാണ് ചുമട്ടുതാങ്ങികളായി എത്തിയിരിക്കുന്നത്. അതികഠിനമായ അനുഭവച്ചൂടിൽ ദാഹിച്ചു പൊരിയുമ്പോൾ നാവ് നൊട്ടിനുണയാൻ നാഴി വെള്ളമോ അത് ശേഖരിച്ചു വയ്ക്കാൻ തോലുറയോ കരുതലില്ലാത്തവർ. സുജാതനോട് ഞാനൊന്നും മടക്കി ചോദിക്കാറില്ല. ഒരിക്കൽ ചോദിച്ചാൽ അയാൾ പിന്നീടൊരിക്കലും എൻ്റെ അടുത്ത് വന്നില്ലെങ്കിലോ? നട്ടം തിരിയുമ്പോൾ ഓടി വന്ന് മുഖമണച്ച് കിടക്കാൻ തണുവുള്ള ഒരേയൊരു തണലായിരിക്കാം ഞാൻ അയാൾക്ക്. ഞാനും കൂടി പുറംതിരിഞ്ഞു നിന്നാൽ. അതും പറഞ്ഞ് അവൾ ഗാഢമായ ചിന്തയിൽ മുഴുകും. അമ്മിണി ഒരത്ഭുത ജീവിയാണെന്ന് വിമലയ്ക്ക് തോന്നാറുണ്ട്. കരുതി വയ്ക്കാത്തതിന് പലരെയും അമ്മിണി പള്ളു പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അവൾക്കാകട്ടെ കരുതലൊട്ടില്ലതാനും. ആരെയൊക്കെയോ അവൾ സഹായിക്കുന്നുണ്ട്. ചോദിച്ചാൽ ചിരിയോടെ അവൾ പറയും, എനിക്കൊത്തിരി മുലക്കുഞ്ഞുങ്ങളുണ്ട് വിമലെ. നിഗൂഢതകളുടെ ചുഴിയാണ് അവളുടെ ജീവിതം. ചിലപ്പോൾ അഗാധമായ വേദനയിൽ ആഴ്ന്നിരിക്കുന്നതായി തോന്നാറുണ്ട്. തീവ്രമായ ദുഃഖത്തിനിരയാണ് അവളുടെ മനസ്സെന്നും ഒന്നും ചുഴിഞ്ഞു ചോദിക്കാൻ സ്വാതന്ത്ര്യമെടുത്തിട്ടില്ല. വിമല കൊല്ലം അവധിക്ക് വീട്ടിൽ പോകേണ്ട എന്ന് നനച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും അമ്മയുടെ കത്ത്. ഇത്തവണ നീ തീർച്ചയായും വരണം. നമ്മുടെ അനിലയുടെ വിവാഹ നിശ്ചയമാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് വേണ്ടി വന്നു. നീ വന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. 20 പവനും 50,000 രൂപയുമാണ് സ്ത്രീധനം പറയുന്നത്. അതിൻ്റെ ചുമതലയേൽക്കാൻ നീയല്ലാതെ വേറാരുമില്ലെന്നറിയാമല്ലോ. വിമല അന്തം വിട്ട് ഇരുന്നു പോയി. അനില പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? BA 1ാം വർഷമോ മറ്റോ ആണെന്ന് അവ്യക്തമായ ഒരോർമ്മ. പഠിച്ച് ബിരുദമെടുത്ത് ഉദ്യോഗം നേടി എന്തൊക്കെയോ ആയിത്തീരുമെന്ന് അവൾ ശപഥം പോലെ മുൻപെന്നോ പറഞ്ഞതും ഓർത്തു. ഇപ്പോൾ അതൊന്നും വേണ്ടെന്നോ? ആയിത്തീരൽ അവിടെ കിടക്കട്ടെ. പഠനം പോലും അവൾക്ക് പൂർത്തിയാക്കേണ്ടെന്നോ? എന്താണ് സംഭവിച്ചത്? അമ്മയുടെ കത്തിലെ അകലങ്ങൾക്കിടയിൽ രഹസ്യങ്ങളുണ്ടെന്ന് വിമലയ്ക്ക് തോന്നി. വിമല ഒട്ടും സമയം പാഴാക്കാതെ അമ്മാമ്മയ്ക്കെഴുതി. എന്താണ് സംഭവിച്ചതെന്ന് എഴുതി അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അമ്മാമ്മയിൽ നിന്ന് നിഷ്പക്ഷമായ വിവരണം കിട്ടൂ. സത്യസ്ഥിതികൾ അറിയുന്നില്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ ഉദ്ദേശമില്ലെന്നും അവൾ എഴുതിയിരുന്നു. 50,000 രൂപയും 20 പവനും. 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ ഒത്ത തുകയായി. അനില ആരാണ്? ലക്ഷപ്രഭുവിൻ്റെ മകളോ? അവളെ കോടീശ്വരൻ്റെ വീട്ടിലേക്കാണോ കെട്ടിച്ചയക്കുന്നത്? ഒരു കാറും കൂടി വേണമെന്ന് എന്തുകൊണ്ട് അമ്മ എഴുതിയില്ല? വിമലയ്ക്ക് അസ്വസ്ഥത പെരുകി. അമ്മാമ്മയുടെ മറുപടി വന്നു, കുട്ടി, നിനക്കെഴുതണമെന്ന് നീ എഴുതും മുൻപേ ഞാൻ വിചാരിച്ചിരുന്നതാണ്. പിന്നെയോർത്തു, ഞാൻ എന്തിന് നിന്റെ സ്വസ്ഥത കെടുത്തുന്നു? നീ ആവശ്യപ്പെട്ടതുകൊണ്ട് എഴുതുകയാണ്. അമ്മമ്മ കള്ളം പറയുകയില്ല എന്ന് വിശ്വസിക്കുക. മാധവി എഴുതിയത് നേരാണ്. അനിലയുടെ വിവാഹം നിശ്ചയിച്ചെന്ന് വേണം പറയാൻ. അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അനിലയെയും പ്ലാവുങ്കലെ ഉണ്ണികൃഷ്ണനെയും കീരിക്കാട്ട് പറമ്പിൽ വെച്ച് ആരൊക്കെയോ കണ്ട് പിടികൂടി. കാണുമ്പോൾ 2 പേർക്കും ഉടുതുണിയില്ലായിരുന്നെന്നാണ് കേട്ടത്. കാലിപ്പിള്ളേരാണത്രേ ആദ്യം കണ്ടത്. അവർ കൂകി വിളിച്ച് ആളെ കൂട്ടി. 2 പേർക്കും പോകാനൊന്നും സമയം കിട്ടിയില്ല. അനില അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നത്രേ. ഏതായാലും നാട് മുഴുവൻ അറിഞ്ഞു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ 2 പേരെയും കെട്ടിക്കാൻ ചിലർ ഉത്സാഹിച്ചെന്നും കേട്ടു. ആൾക്കൂട്ടം അകമ്പടി നിന്ന് കൂവിയാണത്രേ അനിലയെ വീട്ടിലെത്തിച്ചത്. പിന്നത്തെ നാടകങ്ങളെക്കുറിച്ചൊന്നും എഴുതാതിരിക്കുന്നതാണ് നന്ന്. നാട് മുഴുക്കെ പാട്ടായില്ലേ? പെണ്ണിൻ്റെ ഭാവി നശിച്ചില്ലേ? മധ്യസ്ഥന്മാർ പ്ലാവുങ്കലേക്ക് ഓട്ടമായി. ഉണ്ണികൃഷ്ണനും അനിലയും ഒന്നിച്ചു പഠിക്കുന്നവരാണ്, പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടുകാർ അടുക്കുന്ന മട്ടില്ല. അവസാനം മാധവിയും ഗംഗാധരനും വിഷ്ണുമൊക്കെ ചെന്ന് കെഞ്ചി. ചെറുക്കൻ നെറിയുള്ളവനായതുകൊണ്ട് രക്ഷപ്പെട്ടു. പെണ്ണിനെ കെട്ടാൻ അവന് സമ്മതമാണ്, പ്രേമമാണെന്നും സമ്മതിച്ചു. അത്രയുമായപ്പോൾ അവൻ്റെ വീട്ടുകാർ സ്ത്രീധനമാവുന്നത്ര വസൂലാക്കാനുള്ള ശ്രമമായി. പ്ലാവുങ്കൽക്കാരുടെ സ്ഥിതി നിനക്കറിയാമല്ലോ. അന്നന്നത്തെ കൊണ്ട് അന്നന്ന് കഴിഞ്ഞുകൂടുന്നവരാണ്. ചെറുക്കന് തൊഴിലും വേലയുമൊന്നുമില്ല. ചോദിക്കുന്നതോ 1,00,000 രൂപ. തരുന്നില്ലെങ്കിൽ വേണ്ടത്രേ. കടുംപിടുത്തത്തിൽ നിന്ന് അവരിത്തിരിയെങ്കിലും താഴെ വരുമോ എന്ന് നോക്കാൻ ആർക്കാണ് ക്ഷമ? 1,00,000 1,00,000. പെണ്ണിൻ്റെ ഭാവിയല്ലേ വലുത്. 1,00,000 രൂപയുണ്ടാക്കാൻ നീ നോക്കിയാലുണ്ടോ പാട്? അതുകൊണ്ട് 1,00,000 സമ്മതിച്ച് വിവാഹം നിശ്ചയിച്ചു. ഏതായാലും നീ വരാതിരിക്കരുത്. പണത്തിൻ്റെ കാര്യത്തിൽ നീ നിന്റെ യുക്തിയനുസരിച്ച് എന്തു വേണമെന്നാൽ അത് ചെയ്യുക. അനിലയുടെ കുറ്റം കൊണ്ടായിരിക്കാം.
എന്നാലും അവളുടെ ഭാവി നശിക്കരുതല്ലോ. അമർഷം കൊണ്ടിട്ട് കാര്യമില്ല. ഇനി നേരിൽ കാണുമ്പോൾ സ്വന്തം അമ്മാമ്മ. വിമല കത്തും കയ്യിൽ പിടിച്ച് ചുമരിൻ്റെ നേർക്ക് തുറച്ചു നോക്കിയിരുന്നു. പിന്നെ പതുക്കെ അവളുടെ വിരലുകൾക്കുള്ളിൽ അത് ചുളുങ്ങിഞ്ഞെരിഞ്ഞു തുടങ്ങി. അധ്യായം 25. വിമാനത്തിൽ വെച്ചാണ് വിമല വർഗീസിനെ പരിചയപ്പെട്ടത്. തൃശ്ശൂരുകാരനാണ്. അയാളുടെ സംഭാഷണ ചാതുരിയും ഈണവും ഒന്ന് വേറെ തന്നെ. അനുജത്തിയുടെ വിവാഹത്തിന് പോവുകയാണെന്ന് അവൾ അയാളോട് പറഞ്ഞു. അവൾക്ക് വേണമെങ്കിൽ എന്ത് സഹായം ചെയ്തു കൊടുക്കാനും അയാൾ തയ്യാർ. അയാൾ ഉല്ലാസഭരിതനായിരുന്നു. നാട്ടിൽ ചെന്നാലുടൻ വർഗീസിന്റെ വിവാഹമാണ്. പെണ്ണിനെ നേരത്തെ പരിചയമുണ്ട്. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ രണ്ടുപേരും യാത്ര പറഞ്ഞു. കസ്റ്റംസ് പരിശോധന. വിമലയുടെ ബാഗേജുകൾ അഴിച്ചു നിരത്താൻ തുടങ്ങി. കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അവൾ കരുതിയിരുന്നു. അതും നിയമം അനുവദിക്കുന്നത്ര മാത്രം. പിന്നെ ഒരു 2-in-1. വിശ്വേട്ടൻ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടുപോയപ്പോൾ മുതൽ അജയൻ ആവശ്യപ്പെടുന്നതാണ്. അതിന് ഡ്യൂട്ടി അടച്ചേ പറ്റൂ. ബാഗേജ് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റംസ് ക്ലിയറൻസ് ഉദ്യോഗസ്ഥർ അതെങ്ങോട്ടും മാറ്റി. വിമല കാത്തിരുന്നു. ലോഞ്ചിൽ ചെന്നപ്പോൾ വർഗീസും അവിടെയുണ്ട്. അയാളുടെ സാധനങ്ങളും കസ്റ്റംസുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ അടച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. പക്ഷേ അതിട്ട് കുഴയ്ക്കുക എന്നതാണ് പരിശോധനക്കാരുടെ നിലപാട്. മണിക്കൂറുകൾക്ക് ശേഷം വിമല കൗണ്ടറിലെത്തി. പരിശോധന തീർന്നില്ല. നീരസത്തോടെയുള്ള മറുപടി. വർഗീസിനും അതേ മറുപടി തന്നെ കിട്ടി. ആരോട് പരാതിപ്പെടാൻ? തുണയ്ക്ക് വർഗീസ് ഉള്ളത് വിമലയ്ക്ക് ആശ്വാസമായി. അയാൾ റിഫ്രഷ്മെന്റ് സ്റ്റാളിൽ നിന്നും ഭക്ഷണം വാങ്ങി അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. മണിക്കൂറുകൾ പിന്നെയും നീങ്ങി. രണ്ടുപേരും കൗണ്ടറിലെത്തി. അപ്പോഴേക്കും ഡ്യൂട്ടി മാറിയിരിക്കുന്നു. നിങ്ങൾ നാളെ വരൂ. വർഗീസും വിമലയും യാത്ര ചെയ്യേണ്ട ദൂരത്തെക്കുറിച്ച് അപേക്ഷാപൂർവം പറഞ്ഞെങ്കിലും ആര് ചെവിക്കൊള്ളാൻ? ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല. സാധനങ്ങൾ കിട്ടാതെ ഓഫീസ് വിട്ടു പോകില്ലെന്ന് വർഗീസ് ചടിച്ചു. വിമലയും ഒപ്പം കൂടി. ഒടുവിൽ ബാഗേജുകൾ തിരിച്ചു കിട്ടി. പക്ഷേ അതിനുള്ളിലെ സാധനങ്ങൾ പലതും അപ്രത്യക്ഷമായിരിക്കുന്നു. വിമലയുടെ 2-in-1 ഇല്ല. സ്വർണ്ണാഭരണങ്ങളിൽ നേർപകുതി കാണാനില്ല. വർഗീസിന്റെ ഒരു വിദേശ നിർമ്മിത ക്യാമറ, ഒരു പോർട്ടബിൾ കളർ TV തുടങ്ങി പല സാധനങ്ങളും കാണാതായി. അവർ കസ്റ്റംസ് കൗണ്ടറിൽ പരാതിപ്പെട്ടെങ്കിലും അതുകൊണ്ട് ഗുണമൊന്നുമുണ്ടായില്ല. ബാഗേജുകൾ അതേപടി തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നാണ് അധികൃതരുടെ നിലപാട്. പരാതി തന്നിട്ട് പോയാൽ അതേക്കുറിച്ച് പിന്നീട് വിശദമായി അന്വേഷിക്കാം. തിരക്കിട്ട പരിശോധനയ്ക്ക് ശേഷം പാക്ക് ചെയ്യുമ്പോൾ വല്ലതും കണ്ണിൽപ്പെടാതെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് വിവരമറിയിക്കും. വർഗീസും വിമലയും എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിന്നു. പരാതി എഴുതിക്കൊടുത്ത ശേഷം മടങ്ങുകയല്ലാതെ നിർവാഹമില്ലായിരുന്നു. വിഷമിച്ചിട്ട് കാര്യമില്ല വിമലെ, വർഗീസ് പറഞ്ഞു. ഈ പിടിച്ചുപറി ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. പോലീസ് തന്നെ കള്ളന്മാരായിട്ട് വന്ന് കൊള്ളയടിക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തെ കാണൂ. നമ്മുടെ സാധനങ്ങൾ അവരെടുത്തതാണ് അല്ലേ? സംശയമെന്താ? അവരത് അധോലോക ഏജന്റുമാർക്ക് കൈമാറും. അവന്മാരത് വിറ്റിട്ട് മുന്തിയ ഓഹരി തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. ആസൂത്രിതമായിട്ട് നടക്കുന്ന ബിസിനസ് ഇത്. വിമലയ്ക്ക് വളരെ വിഷമം തോന്നി. 15,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് അവൾ കണക്കുകൂട്ടി. വർഗീസിന് അതിൻ്റെ ഇരട്ടി വരും. കോപവും അമർഷവും ചെരുപ്പുകൾക്കടിയിൽ അമർത്തി അരയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് രണ്ടുപേരും വിമാനത്താവളത്തിന് പുറത്തു കടന്നു. അപ്പോഴേക്കും ഏജന്റ് അവരെ സമീപിച്ചു. നിങ്ങൾക്ക് സാധനങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടോ? അയാൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. വർഗീസ് അയാളെ സൂക്ഷിച്ചു നോക്കി. നഷ്ടപ്പെട്ടു. കസ്റ്റംസ് ക്ലിയറൻസിനിടയിലല്ലേ? അതെ. എന്തൊക്കെ സാധനങ്ങളാണ്? വർഗീസ് പട്ടിക നിരത്തി. അപരിചിതൻ അല്പനേരം ചിന്താമഗ്നനായി നിന്നു. 20,000 രൂപ തരുമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ കിട്ടും. വർഗീസും വിമലയും അമ്പരന്നു. എങ്ങനെ? ക്യാഷായി നിങ്ങളിപ്പോൾ 20,000 രൂപ എന്നെ ഏൽപ്പിക്കുക. 2 മണിക്കൂറിനകം സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തും. വർഗീസും വിമലയും മുഖത്തോട് മുഖം നോക്കി. രൂപ നിങ്ങളെ ഏൽപ്പിച്ചാൽ സാധനങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? വിശ്വാസം. രൂപ നിങ്ങളെ ഏൽപ്പിച്ചാൽ ഞാൻ പോയി 2 മണിക്കൂറിനകം നിങ്ങൾ പറയുന്നിടത്ത് സാധനങ്ങൾ എത്തിക്കും. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാമോ? വർഗീസ് അമർഷത്തോടെ ചോദിച്ചു. പരിഹസിക്കേണ്ട മിസ്റ്റർ, അവിടെയാണ് എളുപ്പം. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ രൂപയും കൊണ്ട് കടന്നു കളയുകയാണ് ചെയ്യുന്നതെങ്കിലോ? ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ആ സാധനങ്ങൾ നിങ്ങൾക്കെങ്ങനെയാണ് കിട്ടുന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. വിമലയും വർഗീസും കൂടി ചെറിയ കുശുകുശുപ്പ് നടത്തി. പറയുന്ന പണം കൊടുത്ത് സാധനങ്ങൾ വീണ്ടെടുക്കണോ എന്നാണ് ആലോചന. കയ്യിലുള്ള പണം കൂടി നഷ്ടപ്പെടാനാണ് പോകുന്നതെങ്കിലോ എന്നായി സംശയം. കേവല വിശ്വാസത്തിന്മേൽ 15,000 രൂപ കൊടുത്തിട്ട് അയാൾ അതും കൊണ്ട് കടന്നു കളയുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ.
ഞങ്ങൾ പറയുന്നിടത്ത് സാധനങ്ങൾ എത്തിച്ചാൽ പണം തരാം, അഡ്വാൻസായിട്ട് തരാൻ പറ്റില്ല. ഒടുവിൽ വർഗീസ് പറഞ്ഞു. ഒന്നുകൂടി ആലോചിക്കൂ. ആലോചിക്കാനൊന്നുമില്ല. എന്നാൽ ഗുഡ് ബൈ. അയാൾ തെരുവിലൂടെ നടന്നകന്നു. എങ്ങനെയുള്ള ഒത്തുകളിയാണിതെന്ന് വിമലയ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. സംഘടിതമായി ആസൂത്രണം ചെയ്ത കൊള്ളയാണ് നടക്കുന്നത്. അമർഷത്തോടും അതിലേറെ വിഷമത്തോടും കൂടിയാണ് രണ്ടുപേരും മടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് തമ്മിൽ പിരിഞ്ഞു. വർഗീസ് അയാളുടെ വിവാഹത്തിന് വിമലയെ പ്രത്യേകം ക്ഷണിച്ചിട്ടാണ് പോയത്. വിമല വീട്ടിലെത്തി. ആവർത്തന വിരസമായ ചോദ്യോത്തരങ്ങൾ, കുശലാന്വേഷണങ്ങളും ഭംഗിവാക്കുകളും വേഗം കഴിഞ്ഞു. സന്ധ്യയ്ക്ക് ശേഷം കുടുംബയോഗം കൂടി. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയുള്ള ചട്ടവട്ടങ്ങൾ, ഒട്ടും തന്നെ സ്വാഭാവികമല്ലാത്ത ഒരുക്കങ്ങളും അക്ഷമയും. ഇതിൻ്റെ റിഹേഴ്സൽ പലതവണ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിമല ഊഹിച്ചു. ഒരു സിനിമാ സീൻ പോലെ. കഥാപാത്രങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് നിലയുറപ്പിക്കേണ്ടതെന്ന് പോലും അജ്ഞാത സംവിധായകൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് പറയുകയേ വേണ്ടൂ. ഡയലോഗും ആക്ഷനും തുടങ്ങാൻ. വിമലേ, മാധവിയമ്മ തുടങ്ങി. കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയാം. നമ്മുടെ അനിലയും പ്ലാവുങ്കലെ ഉണ്ണിയുമായിട്ട് സ്നേഹമാണെന്നുള്ളത് ഈ നാട്ടിലെല്ലാം പാട്ടായി. പലരും നാറ്റിക്കാനും നോക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവനെ മതി. അവനും അങ്ങനെ തന്നെ. എന്നാൽ പിന്നെ കണ്ടമാനം പേരുദോഷം കേൾപ്പിക്കാതെ ഇതങ്ങ് നടത്തിയേക്കാമെന്ന് വെച്ചു. ആണുങ്ങളുടെ കാര്യമല്ലേ. ഇന്നത്തെ കൂറ് നാളെ കണ്ടെന്നു വരികയല്ല. അനിലയുടെ ഭാവിക്ക് ദോഷം വരരുതല്ലോ. വിമല വിരലുകളിലെ ഞൊട്ട പിടിപ്പിച്ചുകൊണ്ടിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ അതിശയിച്ചിരുന്നു പോയതാ അമ്മയുടെയൊക്കെ ഹൃദയവിശാലത കണ്ട്. അർത്ഥം വെച്ച് പറയുവാണോടി? അതെ, പെൺമക്കൾക്ക് ഇഷ്ടമുള്ളവരെ പ്രേമിക്കാനും പ്രേമിച്ചവനെ കല്യാണം കഴിക്കാനുമൊക്കെയുള്ള ലൈസൻസ് വാരിക്കോരി കൊടുക്കണമെങ്കിൽ അമ്മ എന്തുമാത്രം പുരോഗമിച്ചു കാണും. പണ്ട് കല്ലൂര് ജയരാജനോട് വഴി വെച്ച് കണ്ടപ്പോൾ 2 or 3 വാക്ക് മര്യാദ പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം സംസാരിച്ച എന്നെ ദിവസങ്ങളോളം ചീത്ത പറഞ്ഞ അമ്മ തന്നെയല്ലേ ഇത്? നീ മുള്ളും മുനയും വെച്ചൊന്നും സംസാരിക്കണ്ട. പ്രേമിക്കാൻ ഞാൻ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇത് പിന്നെ നാട്ടിൽ പാട്ടായിപ്പോയി, അതുകൊണ്ടാ. ശരി, കല്യാണം നടക്കട്ടെ. പക്ഷെ ചെറുക്കൻ്റെ യോഗ്യതയൊക്കെ നോക്കിയിട്ടാണോ ഇത്? 1,00,000 രൂപ സ്ത്രീധനം കൊടുക്കണമെന്ന് കേട്ടല്ലോ. പ്ലാവുങ്കിലെ ചെക്കന് അതിൻ്റെ പകുതി വാങ്ങി കെട്ടാനുള്ള യോഗ്യതയുണ്ടോ? യോഗ്യതയൊക്കെയുണ്ട്. വാതിൽപ്പടിയിൽ ചാരി നിന്നുകൊണ്ട് അനില പറഞ്ഞു. എന്ത് യോഗ്യത? വിദ്യാഭ്യാസമുണ്ട്. വീടത്ര മോശമല്ല. ഉണ്ണിയുടെ അച്ഛനും ജ്യേഷ്ഠനും ജോലിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ 1/2 ഏക്കർ ഭൂമിയുണ്ട്. ഇതൊക്കെയാണോടി ഒരു പുരുഷൻ്റെ യോഗ്യത? അവനൊരു ജോലിയുണ്ടോ? കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കേണ്ട ഒരവസ്ഥ വന്നാൽ നിങ്ങളെവിടെ പോയി ജീവിക്കും? 4-5 ആണുങ്ങൾക്ക് 1/2 ഏക്കർ മണ്ണ് പങ്കിട്ടു വരുമ്പോൾ ഒരു കൂര വയ്ക്കാനുള്ള സ്ഥലം തികച്ചു കിട്ടുമോ? എന്നും വീട്ടിൽ തന്നെ താമസിച്ച് ചെറുക്കൻ്റെ അച്ഛനും ചേട്ടനും ജോലിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് തിന്നുകുടിച്ച് കഴിയാമെന്നാണോ നിന്റെ വിചാരം? ഉണ്ണിക്ക് അധികം താമസിയാതെ എവിടെങ്കിലും ഒരു പണി കിട്ടും. എനിക്കും കൂടി ഒരു ജോലി കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിച്ചു പോകാം. ആരാ നിങ്ങൾക്ക് പണി തരുന്നത്? എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കിള്ളിക്കഴിഞ്ഞു നോക്കിയാൽ ലോകത്ത് കെട്ടാൻ കൊള്ളാവുന്ന ചെറുക്കന്മാർ കാണുകയല്ല. ഇല്ലടി, നീയൊക്കെ നോക്കുന്ന യോഗ്യത മീശ കിളിർത്തിട്ടുണ്ടോ, കാണുമ്പോഴെല്ലാം ഇളിച്ചു കാണിക്കുന്നുണ്ടോ, കണ്ണെ കരളേന്ന് വിളിക്കുന്നുണ്ടോ എന്നൊക്കെയല്ലേ. ചുമ്മാ തർക്കിച്ചിട്ടെന്താ കാര്യം? അവർ ഞായറാഴ്ച നിശ്ചയത്തിന് വരും. അവർ ചോദിക്കുന്ന കാശ് കൊടുത്ത് കല്യാണം നടത്തുന്നതാ മാനം, ഗംഗാധരൻ നായർ പറഞ്ഞു. ചോദിക്കുന്ന കാശ് കൊടുക്കാൻ അച്ഛൻ്റെ പണപ്പെട്ടിയിൽ എന്തുമാത്രമുണ്ട്? വിമല ചോദിച്ചു. ഗംഗാധരൻ നായർ പരിങ്ങി. ആകെ ഒരു ക്ഷീണം. പണം നീയാ കൊടുക്കേണ്ടത്. ഇവിടെ വേറെ ആർക്കാ കാശ്? നിനക്ക് അലിവ് തോന്നി ദാനം തന്നെങ്കിലല്ലേ ഞങ്ങൾക്കുള്ളൂ. ഗംഗാധരൻ നായർ ഭവ്യത അഭിനയിച്ച് പരിഹസിച്ചു. ഉവ്വോ? വിമല ചോദിച്ചു. എന്നാൽ ഞാനങ്ങ് തീരുമാനിക്കാം എത്ര കൊടുക്കണമെന്ന്. സ്വർണവും പണവും കൂടി 50,000 അങ്ങ് കൊടുക്കാം. അതിൽ കൂടുതൽ അവരർഹിക്കുന്നില്ല. 1,00,000-ൽ 1 പൈസ കുറഞ്ഞാൽ അവർക്ക് ഈ കല്യാണം വേണ്ട. മാധവിയമ്മ പറഞ്ഞു. വേണ്ട, നടത്തണ്ട. നിനക്ക് കൊടുത്താലെന്താ? നിന്റെ അനുജിത്തിയുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. നിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല നിനക്ക് ഈ ജോലിയും വരുമാനവും ഉണ്ടായത്. ഈ കിടപ്പാടം പണയം വെച്ചിട്ടാ. അപ്പോൾ വീട്ടിലോരോ ആവശ്യത്തിനും പണം ചെലവാക്കാനുള്ള കടമ നിനക്കുണ്ട്. നീ തനിച്ചുണ്ടാക്കുന്ന പണമാണെന്നോർത്ത് അഹങ്കരിക്കുകയൊന്നും വേണ്ട. മാധവിയമ്മ നീരസത്തോടെ പറഞ്ഞു. എനിക്കറിയാം അമ്മേ, ഞാൻ നിങ്ങളുടെ എല്ലാം കറവ് പശുവാണെന്ന്. അമ്മ പ്രത്യേകിച്ച് വ്യാഖ്യാനിച്ച് തരികയൊന്നും വേണ്ട. എത്ര കറന്നാലും അകട്ടിലുള്ള പാലേ കിട്ടൂ. ഉള്ളത് മുഴുവൻ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്നില്ലേ. ഇത് കാമധേനു ഒന്നുമല്ല. മാധവിയമ്മ വായടച്ചു. അവർക്ക് മർമ്മസ്ഥാനത്ത് ഒരു കുത്തു കിട്ടിയ അസുഖം തോന്നി.
50,000 കൊടുക്കാമെന്ന് പറ. എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്ക്. അതാ നല്ലത്. വിമല പറഞ്ഞ് അവസാനിപ്പിച്ച മട്ടിൽ എഴുന്നേറ്റു. ചേച്ചിക്ക് എൻ്റെ കല്യാണം നടക്കുന്നത് ഇഷ്ടമല്ല. അതാ കാര്യം. അനില പരാതിപ്പെട്ടു. നിന്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോ. അസൂയ ചേച്ചിക്ക്. ചേച്ചിയേക്കാൾ മുൻപേ എന്നെ കെട്ടിക്കുന്നതിൻ്റെ പോര്. വിമല തീപാറും വിധം അവളെ നോക്കി. അങ്ങനെ കരുതിക്കോടി. പക്ഷേ നിന്റെയും അജിതയുടെയും കല്യാണം കഴിഞ്ഞാലും പിന്നെയും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാലും പട്ടാപ്പകല് അന്യപുരുഷൻ്റെ കൂടെ ഉടുതുണിയില്ലാതെ എന്നെ കാണേണ്ട ഗതികേട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാവുകയല്ലടി. അനിലയ്ക്ക് കഴുത്തിനൊരു വെട്ടുകിട്ടിയതുപോലെയായി. അടുത്ത ഭാഗം നാളെ.